ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ എന്താണ് ഇതിന്റെ ആൻസർ? ചെയ്ത് കിട്ടിയവരുണ്ടെങ്കിൽ പറയാ, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, എ ഷോപ്കീപ്പർ procures milk at cost of 60 rupees per kilogram. After adultering it with water free of cost, he sells the milk to the customers at the price of 62 per kilogram and makes a profit of 10%. In what ratio does he mix milk and water? ഓക്കെ, അപ്പോ ചോദ്യം വായിക്കാൻ മനസ്സിലായി. ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലായി റേഷ്യോ പ്രൊപ്പോർഷനിൽ നിന്നാണ് അല്ലെ, അതിലെ മിക്സ്ചർ അല്ലെ, മിൽക്ക് ആൻഡ് വാട്ടർ എന്ന ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ്. സോ ഇതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഐഡന്റിഫൈ എന്തൊക്കെ തന്നിട്ടുണ്ട്. ഒന്ന് തന്നിട്ടുണ്ട്, നമുക്ക് മിൽക്ക് തന്നിട്ടുണ്ട് അല്ലെ. മിൽക്കിന്റെ കോസ്റ്റ് ലിറ്ററിന് 60 രൂപ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആഡ് ചെയ്യുന്ന ഇവിടെയുള്ള വാട്ടറിന്റെ പ്രൈസ്, ഇതൊക്കെ പ്രൈസ് ആണ്. ഓക്കെ, പ്രൈസ് 0 ആണെന്ന് പറയുന്നുണ്ട്. അത് ഫ്രീ ഓഫ് കോസ്റ്റ്, മീൻസ് 0 ആയിരിക്കും. പിന്നെ ഹി സെൽസ് ദ മിൽക്ക് ടു ദ കസ്റ്റമേഴ്സ് ദ പ്രൈസ് ഓഫ്. അപ്പം ഇത് CPയുടെ കേസ് ആണെന്ന് മനസ്സിലായി. ഇയാൾ ഇത് വിൽക്കുമ്പോൾ എന്താണ് വിൽക്കുന്നത്? എങ്ങനെയാണ്? പാലിന്റെ കൂടെ കുറച്ച് വാട്ടറും കൂടെ ചേർത്തിട്ടാ വിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇനിഷ്യലി മിൽക്ക് മാത്രം എടുക്കുക. ആൻഡ് സെക്കൻഡ് അയാൾ വിൽക്കുമ്പോൾ എന്താണ്, അതിന്റെ കൂടെ കുറച്ചുകൂടെ വെള്ളം കൂടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ്, പെർ ലിറ്ററിന് എത്രയാണ്, അതായത് ഒരു മിൽക്ക് പ്ലസ് വാട്ടർ മിക്സറിന് പെർ ലിറ്ററിന് അയാൾ 62 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അയാളുടെ CP ഉണ്ട്, SP ഇത്രയും തന്നിട്ടുണ്ട്, റൈറ്റ്. ഇനി എന്താ പറയുന്നത്? അങ്ങനെ 60 രൂപയിൽ നിന്നും 62 രൂപയിൽ അയാൾ കൊടുക്കുമ്പോൾ അയാൾക്ക് ഒരു 10% പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ചോദ്യം, അങ്ങനെയെങ്കിൽ മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്താണെന്നാണ് ചോദ്യം. അതായത് മിൽക്ക് ഈസ് ടു വാട്ടർ, ഇതാണ് ചോദ്യം. നമുക്ക് ഇത്രയും സാധനങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ, ഇത്രയും സാധനങ്ങൾ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇനി ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു ഫോമിൽ ഉത്തരം കിട്ടണം, മിൽക്കിന്റെ വാട്ടറിന്റെ ഫോമിൽ ഉത്തരം കിട്ടണം. അപ്പൊ എന്താ വേണ്ടേ? സോ ഇങ്ങനെ എന്തായാലും ഡയറക്റ്റ്ലി നമുക്ക് ഉത്തരം കിട്ടത്തില്ല. നമുക്കത് ഇങ്ങനെ ഇതിന്റെ ഉത്തരം കിട്ടും അല്ലേ. ഞാൻ ജസ്റ്റ് നമ്മൾ എന്ത് ഐഡിയയിലാണ് നമുക്കിത് ചെയ്തു വരേണ്ടതെന്നുള്ളത്, ഫൈനലി നമുക്ക് ചെയ്തു വരുമ്പോൾ ഇങ്ങനെ ഒരു ഉത്തരം കിട്ടണം. ഓക്കെ, ഇങ്ങനെ കിട്ടണമെങ്കിൽ എന്തായാലും ഒരു റേഷ്യോന്റെ ഫോമിൽ, ഫ്രാക്ഷന്റെ ഫോമിൽ ഉത്തരം കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഇക്വേഷനിലിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ നോക്കുന്നത്, ഇതിനകത്ത് എനിക്ക് എന്തെങ്കിലും ഇക്വേഷൻ എടുക്കാൻ കിട്ടുമോ എന്നാണ് നെക്സ്റ്റ് ഞാൻ നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നോക്കുന്നത് എന്തെങ്കിലും ഇക്വേഷൻ കിട്ടുമോ എന്നാണ്. ഇവിടെ എനിക്ക് CP ഉണ്ട്, SP ഉണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതും നമുക്ക് എന്താണ്, മിൽക്കിന്റെയും വാട്ടറിന്റെയും ടേംസിലാണ് എല്ലാം കിടക്കുന്നത്. സോ എന്ത് ചെയ്താൽ മതി, പ്രോഫിറ്റ് പെർസെൻറ്റേജിന്റെ ഇക്വേഷനൊക്കെ ഇട്ട് കൊടുത്താൽ എനിക്ക് മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ കിട്ടും. സോ ലെറ്റ്സ് സീ, എങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ എഴുതണേ. അപ്പൊ നമ്മുടെ CP എന്ന് പറയുന്നത്, ഇനീഷ്യലി മിൽക്കിന്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. ഇനീഷ്യലി മിൽക്ക് ഉണ്ട്, മിൽക്ക് 1 ലിറ്ററിന് 60 രൂപയാണ്. അപ്പം എന്താണ്, M ലിറ്റേഴ്സ് ഓഫ് മിൽക്കിന് 60 × M ആണ്, റൈറ്റ്. പ്ലസ് അതിനകത്ത് എന്തും ചേരുന്നുണ്ട്, വാട്ടറും ചേരുന്നുണ്ട്, വാട്ടറിന് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സോ ഇൻറ്റു 0, ദാറ്റ് ഈസ് ഈക്വൽ ടു CP എന്ന് പറയുന്നത് 60 M ആണ്. ദെൻ നമുക്ക് സെല്ലിംഗ് പ്രൈസിന് എങ്ങനെ എടുക്കാം? അയാൾ സെല്ല് ചെയ്യുന്ന സമയത്ത് മിൽക്കിന്റെ കൂടെ കുറച്ച് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ 1 ലിറ്ററിന് 62 രൂപയ്ക്കാണ് വിൽക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഇതിനെ 62M + 62W എന്ന് പറയാം. ഓക്കെ, സോ നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു SP - CP / 100 × 100. സോറി, 100 CP × 100. CP × 100. സോ ജസ്റ്റ് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് പെർസെൻറ്റ് 10 തന്നിട്ടുണ്ട്. SP എന്താണ്, 62M + 62W മൈനസ് -62 - CP is 60M.
ഡിവൈഡഡ് ബൈ സി പി എന്ന് പറയുന്നത് 60m ഇൻറ്റു 100. ഓക്കെ, ഇതെങ്ങനെ വരും? 10 ഈസ് ഈക്വൽ ടു 62m മൈനസ് 60m, ദാറ്റ് ഈസ് 2m പ്ലസ് 62w ബൈ 60m ഇൻറ്റു 100. ഓക്കെ, that is equal to എന്ത് വരും? 10 ഇൻറ്റു 60m ബൈ 100. ഈ 60m ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ 100നെയും അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും, ഡിവിഷൻ കിടക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആവും. ഓക്കെ, അപ്പൊ നമുക്കിത് ഇങ്ങനെ വരും, ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 2m പ്ലസ് 62w. ഓക്കെ, ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 പോയി. ദാറ്റ് ഈസ് 6m is equal to 2m plus 62w. 6m minus 2m is equal to 62w. 4m is equal to 62w. Then m by w is equal to 62 by 4. 30 എൺപത് എന്ത് വരും? 31 by 2. സോ നമ്മുടെ മിൽക്ക് ഈസ് ടു വാട്ടർ എന്ന് പറയുന്നത് 31:2 ആണ്. ആൻസർ വരിക ബി ആയിരിക്കും. ഓക്കെ, മാക്സിമം നമ്മൾ എക്സാമിന് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനെ പരത്തി ഒന്നും എഴുതാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റൈറ്റ് വിശാലമായിട്ട് എഴുതി തന്നെ ചെയ്തോളൂ. പക്ഷെ കുറച്ച് സ്പീഡ് ഉണ്ടെന്ന് എൻഷുർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ എന്ത് ചെയ്യാം, മൈൻഡിൽ തന്നെ കൂട്ടി എഴുതാൻ നോക്കാം. ഓക്കെ, ഒരുപാട് സമയം സ്റ്റെപ്സ് എഴുതി നിൽക്കണ്ട. ഇനി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്താ സ്റ്റെപ്സ് എഴുതാം. ബട്ട് എൻഷുർ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്പീഡ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? യെസ്, പറയാം. എടാ, ഇവിടെ ആദ്യം പറയുന്നത്, ഞാൻ ഇനിഷ്യലി ആ ഒരു കേസ് തൊട്ട് പറയാം കേട്ടോ. ആദ്യം പറയുന്നത് എന്താണ്? ഷോപ്പ് കീപ്പർ മിൽക്ക് പ്രൊക്യൂർ ചെയ്യുന്നു, അതായത് അയാൾ വാങ്ങിക്കുന്നു. അതിന്റെ കോസ്റ്റ് ഓഫ് 60 കിലോ, അതായത് അയാളുടെ CP, അയാളത് വാങ്ങിക്കുന്നത് 1 ലിറ്ററിന് 60 രൂപ വെച്ചിട്ടാണ്. 1 ലിറ്ററിന് 60 രൂപ വെച്ചിട്ടാണ്. സോ പെർ ലിറ്റർ അല്ലെങ്കിൽ പെർ കിലോഗ്രാം, ആസ് പെർ ക്വസ്റ്റ്യൻ പോലെ നടക്കട്ടെ. പെർ കിലോഗ്രാം 1 ലിറ്ററിന് 60 രൂപ വെച്ചിട്ട്. അങ്ങനെയെങ്കിൽ അയാൾ ഒരെണ്ണത്തിന് 60 ആണെങ്കിൽ നമുക്കറിയാലോ, പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി നമ്മൾ പറയില്ലേ. ടോട്ടല് നമ്മൾ എത്ര വാങ്ങിച്ചു, എത്രയാണ് വില. നമ്മളിപ്പോൾ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തോരം സാധനം വാങ്ങിക്കുന്നു, അതാണ് ക്വാണ്ടിറ്റി. അതിന് എത്രയാണ് വില, അല്ലേ? ഇപ്പൊ നമ്മൾ 2 രൂപയ്ക്ക് 5 പേന വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കവിടെ മൊത്തം ഉണ്ടാകുന്നത് എത്രയാണ്? 10 രൂപയുടെ ചെലവാണ് എന്ന് പറയുന്ന പോലെയാണ് കോസ്റ്റിന്റെ കേസിൽ എടുക്കുന്നത്. ഇനിഷ്യലി അപ്പോൾ ഇത് എന്തായിരിക്കും? 1 ലിറ്ററിന് 60 രൂപയാണെങ്കിൽ m ലിറ്റേഴ്സ് ഓഫ് മിൽക്കിന് 60m ആയിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ SP എടുക്കുമ്പോൾ ഇവിടെ പറയുന്നു, ഇയാൾ സെല്ല് ചെയ്യുന്ന കേസിൽ എന്താ സംഭവിക്കുന്നത്? സെല്ല് ചെയ്യുന്നതിന് മുന്നേ ആ പാലിൽ ഇയാൾ അഡൾട്ടറിങ് ഇറ്റ് വിത്ത് വാട്ടർ, കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതായത് അയാൾ വിൽക്കുമ്പോൾ ആ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ മിൽക്ക് പ്ലസ് വാട്ടർ ആണ്. മിൽക്ക് പ്ലസ് വാട്ടർ ആണ്. ഓക്കെ, അതാണ് അയാളുടെ കയ്യിലുള്ള ഇപ്പോൾ ഉള്ള മിക്സർ, ഫൈനൽ മിക്സർ. അത് 1 ലിറ്ററിന് 62 രൂപയ്ക്ക് വിൽക്കുന്നു എന്നാണ് അയാൾ പറയുന്നത്. ഓക്കെ, അത് 1 ലിറ്ററിന് 62 രൂപ. ഇത് പ്രൈസ്, ഇത് ഇൻറ്റു ക്വാണ്ടിറ്റി, സെയിം സാധനം വേണം. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യാം? ജസ്റ്റ് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. 62 ഇൻറ്റു m 62m പ്ലസ് 62 ഇൻറ്റു w 62w. ഓക്കെ, ഇനി ഈ കേസിൽ മിൽക്കിന്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് 60m എന്ന് എടുക്കാം. ഇൻ കേസ് ഇപ്പൊ വാട്ടറിന്റെ കാര്യം പറയുന്നുണ്ടെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ വാട്ടർ പാലിലുണ്ടെന്ന് വിചാരിച്ചാലും അവിടെ എന്ത് ചെയ്യില്ല, ഇവിടെ വാട്ടർ W ഒന്ന് നമ്മൾ എടുത്താലും അതിന് ഫ്രീ ഓഫ് കോസ്റ്റ്. വാട്ടറിന് എന്താണ് വില ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇൻറ്റു 0 ഇട്ട് വരുമ്പോൾ എന്തായാലും അത് 0 ആയി പോകും. സോ അവിടെ എന്തുകൊണ്ട് വാട്ടർ നിങ്ങൾ കൺസിഡർ ചെയ്താലും ഇൻറ്റു 0 ആയി പോകത്ത് തന്നെയുള്ളൂ. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് 62m പ്ലസ് 62w എന്ന് പറഞ്ഞാൽ? ജസ്റ്റ് ആ ഫൈനൽ മിക്സർ ആണ് മിൽക്ക് പ്ലസ് വാട്ടർ. അത് 1 ലിറ്ററിന് 62 രൂപയാണ്. ഓക്കെ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന് ആൻസർ കിട്ടിയോ? ഓക്കേടാ, വാട്ട്സ് ഹാപ്പനിങ്? എന്താണ് ഇതിന് ആൻസർ? ചെയ്തിരുന്നല്ലോ. മേക്ക് എൻഷുർ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത്, ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തിങ് എന്താണ്? ഇതിലെ കറക്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിക്കാനാണ് അല്ലേ? റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. കറക്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിക്കാനാണ്. സോ ഞാൻ 4 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്താണെന്ന്.
ആദ്യം എന്ത് ചെയ്യാം? എല്ലാം നല്ല രസമുണ്ട്. ആദ്യം ഡി നോക്കണ്ട, റൈറ്റ്? എല്ലാ ഓപ്ഷനിലും ഡി ഉണ്ട്. ഓക്കെ, അപ്പൊ ഡി എന്തായാലും കറക്റ്റ് ആണ്. അപ്പൊ പിന്നെ ഡി നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, സോ നമുക്ക് എയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരാം. ഓക്കെ, നോക്കടാ. 216 the whole raised to 1/3 greater than 169 power 1/2. ഓക്കെ, നമുക്കറിയാം എ റേസ് ടു ദ പവർ 1/n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദ റൂട്ട് ഓഫ് എ ആണ്. ഓക്കെ, അതായത് എ 1/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എ ആണ്. എ 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് എ ആണ്. എ 1/4 എന്ന് പറഞ്ഞാൽ ഫോർത്ത് റൂട്ട് ഓഫ് എ ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഓക്കെ, ഇതെല്ലാം നമുക്കറിയാം. സോ സെയിം കാര്യം തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? 216 നമുക്ക് എന്തെന്ന് എഴുതാം? ഇറ്റ് ഈസ് ദ ക്യൂബ് റൂട്ട് ഓഫ് 216 ഗ്രേറ്റർ ദാൻ സ്ക്വയർ റൂട്ട് ഓഫ് 169 അല്ലേ? ഞാൻ പറഞ്ഞിരുന്നു സ്ക്വയർ ക്യൂബ് റൂട്ടും സ്ക്വയർ റൂട്ടും ഒക്കെ എന്ത് ചെയ്യണം? സ്ക്വയർ ക്യൂബും സ്ക്വയറും ഒക്കെ എന്ത് ചെയ്യണം? ഒരു മാക്സിമം പറ്റുമെങ്കിൽ 30 വരെ അല്ലെ 20 വരെയെങ്കിലും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. സോ ഇതെന്ത് വരും? 216. 216ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 6 ആണ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 169 എന്ന് പറഞ്ഞാൽ 13ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, 6 ഗ്രേറ്റർ ദാൻ 30. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ സിയും ഡിയും കട്ടായി. സിയും ഡിയും കട്ടായി. Then ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം? ഓക്കെ, അപ്പൊ എന്തായാലും സിയും ഡിയും കറക്റ്റ് ആണ്. ഈ രണ്ട് ഓപ്ഷൻസ് എന്തായാലും കറക്റ്റ് ആണ്. ബി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ബി കറക്റ്റ് ആണോ ചെക്ക് ചെയ്താൽ. ബി എന്ന് പറയുന്നത് സീരീസ് ആണ് അല്ലേ? 2, 7, 28, 63, 126 കണ്ടോ? ഭയങ്കര ജമ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ ഇനിഷ്യലി സീരീസ് നോക്കുമ്പോൾ ആദ്യം നമുക്ക് നോക്കാൻ പറ്റുന്നത് എന്തായിരിക്കണം? ആദ്യം മാക്സിമം നമ്മൾ ഡിഫറൻസ് ആണോ, തമ്മിലുള്ള ഡിഫറൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതല്ല, നമുക്ക് അതിന്റെ ഒരു സ്വഭാവം മനസ്സിലാകുന്നുണ്ട്. നല്ല ജമ്പ് ഉണ്ടെങ്കിൽ എന്തായാലും അതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു എലമെന്റ് വന്നു പോയിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അത് ഇറ്റ് ക്യാൻ ബി അഡീഷന്റെ കൂടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആകാം, സ്ക്വയർ ചെയ്യുന്നതാകാം, ക്യൂബുകളാകാം, എന്തും ആകാം. ഓക്കെ, എന്തും ആകാം. സോ ലെറ്റ് സി. എന്തായാലും ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ വരും. 2, 7, 28, 63, 126. അടുത്തത് ആരാണ്? ഓക്കെ, അപ്പൊ എന്താ വരാം? ഒട്ടുമിക്ക സീരീസുകളിലും നമുക്ക് ഈ 63ന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? 63ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറായ 64 എന്ന് പറയുന്നത് 8ന്റെ സ്ക്വയറുമാണ് 4ന്റെ ക്യൂബുമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് കാണുമ്പോൾ 63 എന്നൊരു നമ്പർ കാണുമ്പോൾ മേ ബി ഒന്നെങ്കിൽ ഇത് 8 സ്ക്വയറിന്റെ കൂടെ കുറച്ചതാകാം, അല്ലെങ്കിൽ 4 ക്യൂബിൽ നിന്ന് കുറച്ചതാകാം. ഓക്കെ, ആ ഒരു ഐഡിയ നമ്മളിത് കുറെ സീരീസ് ഒക്കെ കണ്ടുവരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവാം. പൊതുവെ 64 ഒക്കെ സീരീസുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ നോട്ടീസ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത്? ഓക്കെ, 64 എപ്പോഴും ഒന്നെങ്കിൽ 8ന്റെ സ്ക്വയറോ 4ന്റെ ക്യൂബോ ആയിട്ട് വരും. 8ന്റെ സ്ക്വയറോ 4ന്റെ ക്യൂബോ ആയിട്ട് വരും. എന്തായാലും നമ്മൾ എടുക്കുമ്പോൾ ആസ് ഇറ്റ് ഈസ് ഈ നമ്പർ ആയിട്ട് തന്നെയാണ് വരിക. അപ്പം ഇത് 8, ഇവിടെ ഒരു 8ന്റെ എലമെന്റ് പറയണമെങ്കിൽ ഇങ്ങോട്ട് പിന്നെ 7, 6, 5 അതിനുള്ള ഡിസ്റ്റൻസ് ഇല്ല. എന്തായാലും 2ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ നമ്പറിൽ നിന്നുള്ള സ്റ്റാർട്ടിങ് ആയിരിക്കണം അല്ലെ? സോ പോസിബിലിറ്റി, അതിന് എന്തൊരു പോസിബിലിറ്റി ഉണ്ട്? അത് 4 ക്യൂബിൽ നിന്ന് കുറച്ചതാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇത് 4 ക്യൂബ് മൈനസ് 1 ആണ് 63. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമുക്കറിയാം എന്താണ് ഈ 28ന് അടുത്ത് കിടക്കുന്ന ഒരു ക്യൂബിന്റെ നമ്പർ ഏതാ വരിക? 28ന് അടുത്ത് കിടക്കുന്ന 27 ക്യൂബിന്റെ എലമെന്റ് ആണ് അല്ലെ? അതേതാണ്? 27 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബാണ്. ഓക്കെ, ആ 3ന്റെ ക്യൂബിന്റെ കൂടെ 1 കൂട്ടുന്നതാണ് ഇത്, 28. അപ്പം 7ന്റെ അടുത്ത് എന്തെങ്കിലും ക്യൂബ് ഉണ്ടോ? 7ന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ 6ഓ 8ഓ ഏതായാലും അടുത്ത് വരെ 2 ഉള്ളൂ. 6 എന്തായാലും ക്യൂബ് അല്ല, ബട്ട് 8 ക്യൂബാണ് അല്ലെ? 8 എന്തിന്റെ ക്യൂബ് ആയിരിക്കും? 2ന്റെ ക്യൂബാണ്. 8 മൈനസ് 1 ആണ് 7. അപ്പൊ മേ ബി ഇത് എന്തായിരിക്കണം? 2. 4, 3, 2, 1. 1 ക്യൂബ് പ്ലസ് 1, 2. ഓക്കെ, നിങ്ങൾക്ക് വേറെ രീതിയിലായിരിക്കും. എങ്ങനെ വേണമെങ്കിലും ചിന്തിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ചിന്തിച്ചെടുക്കാൻ ആവശ്യം. അപ്പോൾ നമുക്ക് പാറ്റേൺ കിട്ടി. 1 ക്യൂബ് പ്ലസ് 1
2 ക്യൂബ് -1, 3 ക്യൂബ് +1, 4 ക്യൂബ് -1, പ്ലസ് മൈനസ് അല്ലെ. അതായത് വരുന്ന ഈവൻ നമ്പറുകളുടെ കൂടെ എല്ലാം മൈനസ് ആണ്. അപ്പൊ ഇത് എന്തായാലും 5 ക്യൂബ് +1 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വരിക 6 ക്യൂബ് -1 ആണ്. എന്താണ് 6 ക്യൂബ്? നമ്മൾ ഒന്ന് കണ്ടല്ലേ, 216 -1 എന്ന് പറയുമ്പോൾ 215 വേണം വരാൻ. ബട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 217 ആണ് അല്ലെ. അപ്പം എന്തായാലും ഈ ഓപ്ഷൻ വരില്ല. സോ നമ്മുടെ ആൻസർ എ ആയിരിക്കും വരിക. ഓക്കെ, എ ആയിരിക്കും. സീരീസുകളൊക്കെ കുറേയൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്പറുകൾ കാണുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നമ്മുടേതായ ലോജിക്കിൽ ചിന്തിച്ചെടുക്കാം. നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ നമുക്ക് എ തെറ്റാണെന്ന് കിട്ടി, ബി തെറ്റാണെന്ന് കിട്ടി. ഫ്രം ദ ഓപ്ഷൻ നമുക്ക് സിയും ഡിയും കറക്റ്റ് ആണെന്ന് കിട്ടി. ഓക്കെ, ജസ്റ്റ് നമുക്ക് സിയും ഡിയും ഒന്ന് നോക്കിയിടുക അല്ലെ. സിയും ഡിയും നോക്കിയിടുക. സി എന്താ പറയുന്നത്? ദ ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 10 സെന്റിമീറ്റർ ഈസ്. അതായത് ഒരു ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. എന്താണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ? 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ന് വിളിക്കാം, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കാം. അതിന്റെ ഏരിയ 25√3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സാധനത്തിലേക്ക് ഇക്വേഷൻ പഠിച്ചിട്ടാണ് കേട്ടോ. ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് √3/4 a². എ എന്ന് പറയുന്നത് ഒരു സൈഡാണ് കേട്ടോ. അതിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എ എത്ര തന്നിട്ടുണ്ട്? 10 ആണ് തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ്സ് ഈക്വൽ ടു √3/4 × 10². ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു √3/4 × 100. ഇതും വെട്ടുമ്പോൾ 25. ദാറ്റ് ഈസ് ഈക്വൽ ടു 25√3. ഓക്കെ, എക്സാമിന് നമുക്ക് ഓൾറെഡി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കിട്ടിയെങ്കിൽ പിന്നെ ചെയ്ത് നോക്കാൻ നിൽക്കരുത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താണ് ഏരിയ ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈസ് √3/4 a² ആണ്. ഈ 4 എടാ അത് ഇക്വേഷൻ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇക്വേഷൻ ആണ് ഇത്, √3/4 a². ഓക്കെ, ആ ഇക്വേഷൻ അതിൽ സൈഡാണ് എ, അത് 10 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇക്വേഷൻ പഠിച്ചു. സോ നെക്സ്റ്റ്, ആവറേജ് ഓഫ് ദ ഒബ്സർവേഷൻ. അടുത്തത് ഈ തന്നിരിക്കുന്നതിന്റെ ആവറേജ് 1/2 ആണോ എന്നാണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ചോദിച്ചേക്കുന്നതാണ്, നമുക്ക് ചെക്ക് ചെയ്യാം. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? തന്നിരിക്കുന്ന എലമെന്റ്സിന്റെ ഒക്കെ സമ്മ ഡിവൈഡഡ് ബൈ നമ്പർ അല്ലെ. സമ്മ ഓഫ് എലമെന്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അറിയായിരിക്കുമല്ലോ, ഇങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുക. is sum of elements divided by number of elements. So simply എന്ത് ചെയ്താൽ മതി? സം ആണ് അല്ലെ. -2 +-1 എന്ന് പറയുമ്പോൾ -1 തന്നെ. ഓക്കെ, then 0 +0 +0 +1 +2 +3 divided by 1 2 3 4 5 6. That is equal to എന്ത് ചെയ്താൽ മതി? -2 +2 വെട്ടിപ്പോ, -1 +1 വെട്ടിപ്പോ, പിന്നെ മിച്ചമുള്ളത് 3/6. That is equal to 1/2. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ആൻസർ സി ആൻഡ് ഡി ആണ്. ഓക്കെ, സോ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇതിന് ആൻസർ കിട്ടിയിരുന്നോ? നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് ചോദ്യം? എന്താണ് ചോദിച്ചിരിക്കുന്നത്? എ സം ഓഫ് മണി lent at compound interest for 2 years at 20% per annum would fetch 482 more if the interest was payable half yearly than if it was payable annually. അങ്ങനെയെങ്കിൽ find the sum of money. find the sum of money എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ പ്രിൻസിപ്പൽ കണ്ടുപിടിക്കാനാണ് ചോദ്യം.
ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന എല്ലാം എന്ത് തന്നെയാണ്? പ്രിൻസിപ്പിൾ ആണ് തന്നിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യനിൽ എന്താ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ടൈം പീരീഡ്, ലെറ്റ്സ് ടേക്ക് ഇറ്റ്, ടൈം പീരീഡ് 2 years ആണ്. ഒരു വർഷത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 20% ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് അല്ലേ? അതായത് നമ്മുടെ ഈ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ ഹാഫ് ഇയർലി ബേസിസിലാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ, ഹാഫ് ഇയർലി ബേസിസിലാണ് നമ്മൾ അതിനുള്ള ഇൻട്രസ്റ്റ് എടുക്കുന്നത് എങ്കിൽ നമുക്ക് ആനുവലി കിട്ടുന്നതിനേക്കാൾ 482 രൂപ അധികം കിട്ടും. വിച്ച് മീൻസ് നമ്മൾ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി ആണെങ്കിൽ ഹാഫ് ഇയർലി കിട്ടുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആനുവലി കിട്ടുന്നത്. ഓക്കെ, അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് 282. എന്തുകൊണ്ട് ഹാഫ് ഇയർലി ആദ്യം എഴുതിയിരിക്കുന്നു? കാരണം ഹാഫ് ഇയർലിയിലാണ് ഈ 482 അധികം കിട്ടുന്നതെന്ന് പറഞ്ഞത്. അതായത് കൂടുതലെ വലിയ എമൗണ്ട് ഹാഫ് ഇയർലിയിലാണ് റാദർ ദാൻ ആനുവലി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 482. ഇതാണ് ചോദ്യം തന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് എന്ത് ചെയ്യണം? പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള സാധനത്തിനകത്തോട്ട് നമുക്ക് ഇതിനെ ഇട്ട് കൊടുത്താൽ മതി അല്ലേ? നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതായത് ഓരോ ഓപ്ഷൻസ് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒന്നുകൂടി കണ്ടീഷൻ എഴുതാവേ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർ മൈനസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആനുവലി. ഇത് തമ്മിലുള്ള വ്യത്യാസം 482. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, ഹാഫ് ഇയർലിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സ് എന്താകണം? ഗിവൺ 2 ആണല്ലേ, 2 into 2 വരണം. ദാറ്റ് ഈസ് ഇക്വൽ ടു 4 ആയിരിക്കണം. ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? പകുതിയാക്കണം. 20/2 ദാറ്റ് ഈസ് ഇക്വൽ ടു 10%. ഓക്കെ, അപ്പം ഹാഫ് ഇയർലിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 വർഷവും റേറ്റ് 10 വർഷവും. ഓക്കെ, ദെൻ ആനുവലിയിലാണെങ്കിൽ n തന്നെയാണ്, 2 തന്നെയാണ്, 20% തന്നെയാണ്. ഓക്കെ, ദെൻ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഓപ്ഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്താ? 15,000 അല്ലേ? 15,000 4 വർഷത്തേക്ക്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 4 വർഷത്തെയും 2 വർഷത്തെയും എടുക്കാം. എന്നിട്ട് ഇവർ തമ്മിൽ 482 ഡിഫറൻസ് വരുന്നുണ്ടോ നോക്കാം. സോ ലെറ്റ്സ് സീ, നമ്മൾ പഠിച്ചിട്ടുണ്ട് 4 വരുമ്പോൾ 4 1 4 6 4 1. ഓക്കെ, ആൻഡ് ഇവിടെ 2 വരുമ്പോൾ 1 2 1. ഇവർ തമ്മിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 482 എടുക്കണം. എന്തിന്റെയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ. 15,000 അല്ലേ? ഇവിടെ N4 ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ എടുക്കുമ്പോൾ 10% എന്നും ഇവിടെ എടുക്കുമ്പോൾ 20% എന്നും കൺസിഡർ ചെയ്യണം. ലെറ്റ്സ് സീ, 15,000 15,000ന്റെ 10% 1,500 അല്ലേ? പിന്നെ എന്താണ്? 1,500ന്റെ 10% 150. അതിന്റെ 10% 15. അതിന്റെ 10% 1.5. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇത് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 1.5, ഇത് 60, ഇത് 900, ഇത് 60, 6,000. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇത്രയും കൂട്ടിയെടുത്താൽ മതി. ഇവിടെ 2 വർഷത്തേക്കാണെങ്കിലോ ഇത് 15,000. ഇനി 15,000ന്റെ 20%, 10% 1,500, 20% 3,000. ഓക്കെ, ഇനി ഇതിന്റെ 20%, 3,000ന്റെ 10% 300, 20% 600. ഇവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 3,000 3,000 അല്ല 6,000 അല്ലേ? 6,000 പ്ലസ് 600. ഇത് കൂട്ടിയാൽ മതി. സി ഓക്കെ, സി ഇത് നമുക്ക് ഇത്രയും ചെയ്ത സി. ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കണ്ട, ബാക്കി നമുക്ക് ഓപ്ഷൻസ് വെച്ച് പിടിക്കാം. കാരണം ഇവിടെ ഡിഫറൻസ് 482 ആണ്. ഓക്കെ, പറയാടാ നിൽക്കേ. ഇവിടെ ഡിഫറൻസ് 482 ആണ്. 482. സോ ഇവിടെ എന്തായാലും ഡെസിമൽസ് ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ പ്ലസ് ആഡ് ചെയ്ത് വരുമ്പോൾ ഡെസിമൽസ് ഉണ്ട്. അതായത് ഇവർ സബ്ട്രാക്ട് ചെയ്ത് വന്നാലും അവിടെ ഒരു ഡെസിമൽ വാല്യൂ വരും. റൈറ്റ്, അവിടെ ഒരു ഡെസിമൽ വാല്യൂ വരും.
സോ എന്തായാലും അത് 482 പക്ക എന്ന് കിട്ടില്ല. സോ 15,000 എന്തായിട്ട് വരില്ല, ഒരു ഓപ്ഷൻ ആയിട്ട് വരില്ല. ഓക്കെ, 15,000 വരില്ല. അതുപോലെ തന്നെ 13 എടുത്താലും ഇതിന്റെ അവസാനത്തെ 1%, ഇതിന്റെ 1% എടുത്തപ്പോൾ നമുക്ക് 1.5 ആക്കിയാണ് അല്ലേ. അതുപോലെ തന്നെ ഇനി ഇതിപ്പോ 13,000 ആണെങ്കിലും അവസാനം എൻഡിൽ ഇത് എന്ത് വരും, 1.3 വരും, ഡെസിമൽ ഇട്ട് വരും. ഇവിടെ ചെയ്യുമ്പോൾ ആ ഡെസിമൽ വരില്ല. അപ്പൊ നമ്മളിത് 18,000 എടുത്താലും ഇത് അവസാനം എന്ത് വരും, 1.8 എന്ന് വരും. ആൻഡ് ഇവിടെ ഡെസിമൽ വരും, ഇവിടെ എന്തായാലും ഡെസിമൽ വരില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലൊക്കെ ഡെസിമൽ വരാനുള്ള സാധ്യതയുണ്ട്. സോ അതല്ലാതെ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് 20,000. ഇത് എടുത്താൽ എന്തേ വരുള്ളൂ, 2 വരുള്ളൂ. സോ അവിടെ ഡെസിമലിന് ഒരു സാധ്യതയില്ല. മോസ്റ്റ് പ്രോബബ്ലി ചെയ്യാതെ തന്നെ നമുക്ക് പറയാം ഉത്തരം 20,000 ആണ്. ഓക്കെ, ചെയ്യാതെ തന്നെ നമുക്ക് പറയാം ഉത്തരം 20,000 ആണ് എന്ന് പറയാം. ഇനി വേണമെങ്കിൽ നമുക്കതൊന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അല്ലേ. എന്തുകൊണ്ട് ആ ഓപ്ഷൻസ് വെച്ച് ചെക്ക് ചെയ്തു, എല്ലാവരും അവസാനം വരുമ്പോൾ ഒരു പോയിന്റ് ഇട്ട് വരും. അതിന്റെ 2 ഇയറിലേക്ക് എടുക്കുമ്പോൾ എന്തായാലും ആ പോയിന്റ് അവിടെ വരില്ല. സ്വാഭാവികം 15 എന്നുള്ളത് അവസാനം 1.5 തീരും, 13,000 എന്നുള്ളത് 1.3 എൻഡ് ചെയ്യും, 18,000 എന്നുള്ളത് 1.8 തീരും, പിന്നെ 20 എന്നുള്ളത് എന്തായാലും 2.02 എന്നെ വന്ന് നിൽക്കത്തുള്ളൂ. റൈറ്റ്, അവിടെ ഒന്നുകൂടെ പറയാം, അതിന് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഒന്നുകൂടെ പറയാം. ഓക്കെ, ജസ്റ്റ് ചുമ്മാ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഓപ്ഷൻസ് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്ഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാണേ. ഇനി ഇതിപ്പം 20,000 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് 4 വർഷത്തേക്കാണെങ്കിൽ 14,641. ഓക്കെ, 20,000, 20,000ത്തിന് 10% 2,000, 2,000ന്റെ 10% 200, 200ന്റെ 10% 20, 20ന്റെ 10% 2. കണ്ടോ, ഒരു ഡെസിമലിനുള്ള സാധ്യതയില്ല. ഓക്കെ, ഇത് 2 ആയിരിക്കും, ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ 80 ആയിരിക്കും, ഇത് 1,200, ഇത് 4 × 2 8,000 അല്ലേ, 8,000. ഇനി നമ്മുടെ 2 ഇയറിന്റെ കേസിലാണ് ഇതിങ്ങനെ വരും. ഇഫ് യു ഗോട്ട് ദ ആൻസർ, ഇത് ചെയ്യാൻ നിൽക്കണ്ട, നമ്മളൊന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത് 20,000 അല്ലേ, 20,000ത്തിന് 20%, ഇവിടെ 20%, 20,000ത്തിന് 20%, 10% 2,000, 20% 4,000. ഓക്കെ, 4,000ത്തിന്റെ 20%, 10% 400, 20% 300. ഓക്കെ, ഇവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇത് 800 പ്ലസ് 2 × 4 8,000. ഓക്കെ, ഇത് എത്ര വരും, 8,800 എന്ന് വരും അല്ലേ. ഇത് 8,800, ഇത് എത്ര വരും, 8,000 1,200, 8 1 9, 9,000, 9,200, 9,200 പ്ലസ് 80 പ്ലസ് 2, 2 8 2 9 അല്ലേ. ഇത് തമ്മിൽ നമുക്ക് ഡിഫറൻസ് നോക്കാം. 2 9 to 82 മൈനസ് 8,800 2 8 എത്ര, 12 പോയ 4 ആണ്, 482 നമുക്കൊന്ന് നിൽക്കും. ഓക്കെ, ഓക്കെ, നമുക്ക് 2 കണ്ടീഷൻ അല്ലേ ഉണ്ടായിരുന്നത്, ആനുവലിയും പേയബിൾ ഹാഫ് ഇയർലി അല്ലേ. ഇത് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായവരുണ്ടോ, അതൊന്നും ആദ്യം അറിയട്ടെ. മനസ്സിലായവരുണ്ടോ, ഇത് മനസ്സിലായി ഓക്കെ ആണ് എന്നുള്ളവരുണ്ടോ? മനസ്സിലായി, ഓക്കെ. ആണടാ, അത് തന്നെയാ, 2:1. അതിന് മുന്നേ ഒരു 1 ഉണ്ടാവും. ഓക്കെ, 146. 146, 146. 14641 അല്ലേ, 4 ഇതാണ് കോഡ്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ പറയാം ക്വസ്റ്റ്യൻ. ഒട്ടോട്ടം
ഓക്കെ, ഒറ്റവട്ടം ഞാൻ പറയാം. ഇതിൽ ഐ തിങ്ക് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ ഓരോ ഇയറിനും ഓരോ കോഡ് പഠിച്ചായിരുന്നു, റൈറ്റ്? ഓരോ ഇയറിനും ഓരോ കോഡ് പഠിച്ചായിരുന്നു. മേ ബി അത് അറിയാത്തോണ്ടേ സിമ്പിൾ എന്ന് പറയാം. ഓക്കെ, കോഡ് ഇതാണ്. നമ്മൾ ഒരു വർഷത്തേക്ക് ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത് മേ ബി ഞാൻ വേണമെങ്കിൽ എന്താണ് സെഷൻ എൻഡിൽ പറയാം. ബിക്കോസ് നമുക്ക് ഒരുപാട് ടൈം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇത് വെയിറ്റ് ചെയ്താൽ നമുക്ക് എങ്കിൽ പറയാം. ഐ തിങ്ക് നമുക്ക് ഇതിന്റെ ഡ്രസ്സിലെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് റെക്കോർഡിംഗ് കിട്ടിയായിരുന്നോ? റെക്കോർഡിംഗ് കിട്ടിയായിരുന്നു? കിട്ടിയായിരുന്നു. സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ആപ്പിൽ റെക്കോർഡിംഗ് ഉണ്ടാവും, അതൊന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അതിന് വേണ്ടി സമയം കളയണ്ടല്ലോ. സോ എങ്കിലും ഞാൻ ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് പറയാം. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്ന കേസിൽ പൊതുവെ നമ്മൾ 1 ഇയർ, ഒരു വർഷത്തേക്കാണെങ്കിൽ നമ്മൾ എടുക്കുന്ന കോഡ് 1 എന്ന കോഡാണ്. 2 ഇയർ വരുന്നെങ്കിൽ ഈ കോഡ് എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് റെക്കോർഡിംഗ് ഒന്ന് കാണും കേട്ടോ. 2 ഇയർ എങ്ങനെ കോഡ് എന്ന് പറഞ്ഞാൽ 121 ആണ്. 3 ഇയർ എന്ന് പറഞ്ഞാൽ കോഡ് 1331 ആണ്. ഓക്കെ, 4 ഇയറിന്റെ കോഡ് 14641 ആണ്. ഓക്കെ, അങ്ങനെ 5 ഇയറിന്റെ കോഡ്, 6 ഇയറിന്റെ കോഡ്, ഇതൊക്കെ നമുക്ക് ആ ക്ലാസ്സിൽ കിടപ്പുണ്ട്. ജസ്റ്റ് സി, അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കോഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യാം. സി, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ സം ഓഫ് മണി, അതായത് ദി എമൗണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ കൊടുത്തപ്പോൾ കൊടുത്തത് 2 വർഷത്തേക്ക് 20%, അതായത് ഒരു വർഷം 20%, അങ്ങനെ 2 വർഷത്തേക്ക് കൊടുത്തപ്പോൾ ഇവർ പറയുന്ന ഒരു ക്രൈറ്റീരിയ ഇതാണ്. അതായത് ഈ എമൗണ്ട് നമ്മൾ ഹാഫ് ഇയർലിയിലാണ് പേ ചെയ്യുന്നത്. നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി, അതായത് ഒരു 6 മാസം കഴിയുമ്പോൾ നമുക്ക് റിട്ടേൺ വരിക. ഓക്കെ, 6 മാസം കഴിയുമ്പോൾ റിട്ടേൺ വരിക. ഹാഫ് ഇയർലി ആൻഡ് പേയബിൾ ആനുവലി എന്ന് പറഞ്ഞാൽ വർഷം അവസാനം കിട്ടാറുണ്ട്. ഇത് 2 കണ്ടീഷൻ പറയുന്നുണ്ട്. ഹാഫ് ഇയർലി പേ ചെയ്യുന്നതിനെ കുറിച്ചും ആനുവലി പേ ചെയ്യുന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നമുക്ക് ഹാഫ് ഇയർലി കിട്ടുന്നതാണ് എന്താണ് ആനുവലി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുന്നത് ഹാഫ് ഇയർലിയിലാണ്. ആനുവൽ അതായത് വർഷം അവസാനം കിട്ടുന്നതിനേക്കാളും 6 മാസം കൂട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ എമൗണ്ട് കിട്ടുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആൻഡ് അത് ഉണ്ടാക്കുന്ന ഡിഫറൻസ് 482 ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ഇനിഷ്യലി ഉള്ള ആ എമൗണ്ട് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അതെന്താണെന്നാണ് ചോദ്യം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ കോഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഓപ്ഷൻ വെച്ച് ഇവാലുവേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൂട്ടേണ്ടി വരും, ഇതൊക്കെ മെനക്കേടാം. ഓക്കെ, ഒരു 2 ഇയർ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ബട്ട് 4 ഇയർ ചിലപ്പോൾ നമ്മൾ ഇച്ചിരി പണി കൊടുക്കും. അതുകൊണ്ട് നമ്മൾ പഠിച്ചെങ്ങനെയാണ് പ്രിൻസിപ്പിൾ ആണ് കോമൺ ഇൻട്രസ്റ്റ് കാണാൻ ചോദ്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡ് വെച്ച് നമ്മൾ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കലാണ്. ഓക്കെ, ഇവിടെ ഈ കേസിൽ 2 കാര്യങ്ങളാണ് അല്ലേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് ഹാഫ് ഇയർലിയും മൈനസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആനുവലിയും. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 482. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതില് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും, ആനുവലിയിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് അവർ തമ്മിലുള്ള ഡിഫറൻസ് 482 കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. ഓക്കെ, അത് ഏത് പ്രിൻസിപ്പൽ എമൗണ്ട് എടുക്കുമ്പോഴാണ് അങ്ങനെ വരുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ഓപ്ഷൻ ഇട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും ഹാഫ് ഇയർലി, ക്വാർട്ടർലി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഹാഫ് ഇയർലി ആണെങ്കിൽ നമ്മുടെ ടൈം പീരീഡ്, അല്ലെങ്കിൽ നമ്മൾ ടി എന്നോ എൻ എന്നോ ഒക്കെ പറയും. ആ ടൈം പീരീഡ് എന്താവും? ഹാഫ് ഇയർലി ആണെങ്കിൽ × 2 ചെയ്യണം, വെയിറ്റ് ബൈ 2 ചെയ്യണം. ഓക്കെ, നമ്പർ ഓഫ് ടൈംസ് അല്ലെങ്കിൽ ടൈം പീരീഡ് × 2 എന്നും വെയിറ്റ് ബൈ 2 എന്നും ചെയ്യണം. ക്വാർട്ടർലി ആണെന്നുണ്ടെങ്കിൽ എന്താവും? ഇത് × 4 എന്നും വെയിറ്റ് ബൈ 4 എന്നും ചെയ്യണം. ഇവിടെ നമുക്ക് ഹാഫ് ഇയർലിയുടെ കേസാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ഹാഫ് ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ആ 2, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന 2 എടുത്താണ്. 2 × 2 4. R എന്താവും? 20/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആയിരിക്കും. ഓക്കെ, സോ ഈ കേസിൽ N4ഉം R 10%. ഇത് ആനുവലി ആയതുകൊണ്ട് ഇവിടെ N ആ 2 വർഷം തന്നെ, R ആ 20% തന്നെ. ഓക്കെ, അതായത് നമ്മൾ എന്തിനങ്ങനെ നോക്കുന്നത്? നമുക്ക് കോഡ് എടുക്കണം, റൈറ്റ്? അപ്പൊ 4 വർഷം വന്നാൽ കോഡ് നമുക്കറിയാം 14641 ആണ്. ഓക്കെ, ഇനി കോഡ് എങ്ങനെ നമ്മൾ വർക്ക് ചെയ്യിക്കണമെന്ന് ചോദിച്ചാൽ
കോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. 15,000. അപ്പം ആദ്യത്തെ വണ്ണിന്റെ താഴെ നമ്മുടെ ആ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമ്മൾ എഴുതുക, ആ 15,000. ഓക്കെ. ദെൻ അടുത്ത 4ന്റെ താഴെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ 15,000ന്റെ നമ്മുടെ റേറ്റ് എത്ര? 10%. അപ്പൊ 15,000ന്റെ 10%. അത് എത്ര വരും? 1,500. ഇനി അടുത്തതിന്റെ താഴെ നമ്മൾ എന്ത് ചെയ്തു? 1,500ന്റെ ഈ കിടക്കുന്നതിന്റെ 10%. ഓക്കെ, ആ കിടക്കുന്നതിന്റെ 10%, ദാറ്റ് ഈസ് 150. ഇനി അടുത്തതിന്റെ താഴെ ഈ 150യുടെ 10%, ദാറ്റ് ഈസ് 50. ആൻഡ് അടുത്ത ഒന്നിന്റെ താഴെ എന്ത് വരും? ഈ 15ന്റെ 10% എന്ന് പറയുമ്പോൾ 1.5 എന്ന് വരും. മൈനസ് നമ്മുടെ ഈ കോമൺ ഉള്ള ഈ മൈനസ്. ഓക്കെ, അത് കിടക്കട്ടെ. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ മേളിൽ കിടക്കുന്നത് ഇൻറ്റു താഴെ കിടക്കുന്നത്. അതായത് 1 × 1.5, 1.5. 4 × 15 is 60. Then 6 × 150, that is 900. 4 × 1,500, 4 × 50, 60 ആണ്. 2 6,000. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ഇത്ര എടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, എത്ര വരും? ഇവിടെ 6,000 പ്ലസ് 900, 60, 1.5, 0.5, 1, 6, 9, 6, 69.5. ഇതാണ് ആദ്യത്തെ ഹാഫ് ഇയർലിയിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ആനുവലി വരുമ്പോഴോ? ആനുവലി വരുമ്പോൾ 2 വർഷമാണ് അല്ലേ? അവന്റെ കോഡ് 1 to 1. ഇത് അഗെയിൻ 15,000 വെച്ച് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് മനസ്സിലാവും അല്ലേ? പതിനയ്യായിരം. അതിന്റെ ഇവിടെ വരുമ്പോൾ 20% എടുക്കണം കേട്ടോ. 20%. 15,000ത്തിന്റെ 10% 1,500. 20% എന്ന് പറയുമ്പോൾ 3,000. ദെൻ 3,000ത്തിന്റെ 20%, 10%, 300, 2, 600. 600. ഇവിടെ എന്ത് ചെയ്യാം? മേലിൽ കിടക്കുന്നതിന് താഴോട്ട് ഇൻഡിവിജ്വൽ മൾട്ടിപ്ലൈ ചെയ്യാം. ദിസ് ഇസ് 600 പ്ലസ് ഇവിടെ 2 × 3, 6,000. ഓക്കെ, ദാറ്റ് ഈസ് 6,000 പ്ലസ് 600, ഇറ്റ് ഈസ് ഇക്വൽ ടു 6,200. ഓക്കെ, ഇനി ആനുവലി ഉള്ളത് 6,200. നമുക്ക് ഹാഫ് ഇയർലി ഉള്ളത് 6,961.5. ഓക്കെ, അതെന്തായാലും ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ 482 കിട്ടില്ല അല്ലെ? അത് നമ്മൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമുക്ക് ഇവിടെ പോയിന്റ് ഉണ്ട്, ഇവിടെ പോയിന്റ് വരുന്നില്ല. എന്തായാലും ഉത്തരത്തിൽ നമ്മൾ ഡിഫറൻസ് ഉണ്ട പോയിന്റ് വരും എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത്രയും ചെയ്യാതെ നിൽക്കണ്ട, നമുക്ക് വേണ്ടി മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. എന്തായാലും 482 എന്നുള്ള ഒരു നമ്പർ കിട്ടില്ല. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? 15 അല്ല, എ അല്ല ഓപ്ഷൻ എടുത്തു. ഇനി ഇത് ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ താഴെയുള്ളതും ഇതേ പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക, റൈറ്റ്? അപ്പം ഇതിപ്പം 15 എൻഡിൽ വന്നപ്പോൾ 1.5 ആയെങ്കിൽ 13 എൻഡിൽ വരുമ്പോൾ 1.3 ആവും. ഓക്കെ, 2 ഇയറിലേക്ക് വരുമ്പോൾ പ്രശ്നം കാണിക്കില്ല. 18 ആണെങ്കിലും എൻഡിലേക്ക് വരുമ്പോൾ എന്താവും? 1.8 ആവും. അപ്പോഴും ഇവിടെ വരുമ്പോഴും വിഷയം കാണിക്കില്ല. ബട്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ 1.8 അഗെയിൻ ഡെസിമൽ വരും. പിന്നെ 20 എന്താവും? അത് 2.0 ആയിട്ട് വരും. അതായത് അവിടെ ഒരു ഡെസിമൽ പാർട്ട് ഒഴിവായി കിട്ടും. 2.0 എന്നാൽ 2 തന്നെ ആയിരിക്കും, റൈറ്റ്? ആ ഡെസിമൽ നമുക്ക് ഒഴിവായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ പകുതി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ചെക്ക് ചെയ്ത് തരത്തിലെത്താം. ഓക്കെ, മനസ്സിലായോ എന്തോ? ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. കുഴപ്പമില്ലടാ, മനസ്സിലായില്ല ചെയ്യുന്നതല്ല. നിങ്ങൾ പതുക്കെ പിന്നെ ഒന്നുകൂടെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ശരി. ഈ ക്വസ്റ്റ്യൻ ഉത്തരം, അതായത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കണേ. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ എന്താ അതിന് ആൻസർ വരാ? റോങ് ആയിട്ടുള്ളതാട്ടോ, റോങ് ആയിട്ടുള്ളത്. സി, അങ്ങനെ ഓപ്ഷൻ ഇല്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഇവിടുത്തെ വിഷയം. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എടുക്കാന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കണ്ടിട്ട് കുട്ടികളയാം.
നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞ പോലെ ഡിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഡിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം സ്പീഡ് ആൻഡ് ടൈം ഡിസ്റ്റൻസ് ആണ് അല്ലേ. കുഴപ്പമില്ല. നമുക്ക് ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡി എന്താണ്? ഡിയിൽ പറയും സ്പീഡ് ഓഫ് എക്സ് കിലോമീറ്റർ പെർ അവർ ഈസ് ഈക്വൽ ടു 5x/80 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, വലുതിൽ നിന്നും ചെറുതിലേക്കാണ് ആക്കുന്നത് അല്ലെ. അപ്പം ചെറിയ നമ്പർ മേലിൽ വരണം, അതായത് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് പോകേണ്ടത്. സോ ന്യൂമറേറ്ററിൽ വലുത് വരണം, അതായത് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ എന്താ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കിയതാണ്, അതായത് വലുതിനെ ചെറുതിലേക്ക് ആക്കിയത്. അപ്പം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എക്സിനെ 5/18 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 5x/18 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ എന്താണ്, ആക്ച്വലി സ്റ്റേറ്റ്മെന്റ് ഡി കറക്റ്റ് ആണ്. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. അപ്പോൾ ഓപ്ഷനിൽ ഡി ഉള്ള ഓപ്ഷനൊക്കെ നമുക്ക് വെട്ടാം. അതായത് ഒറ്റ ഓപ്ഷനുള്ളൂ അല്ലേ. ഓക്കെ, ഡി ശരിയായതുകൊണ്ട് ഡിനെ നമ്മുടെ ഉത്തരത്തിൽ വരില്ല. അപ്പൊ മനസ്സിലായി എ എന്തായാലും തെറ്റാണ്. എ എന്തായാലും ഉത്തരമായിട്ട് വരും, കാരണം ബാക്കി 3 ഓപ്ഷനിലും എ ഉണ്ട് അല്ലേ. സോ എന്ത് ചെയ്യണം, സിയും ഡിയും ഒന്നും ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. സോ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം, സി തന്നെ ചെക്ക് ചെയ്യാം അല്ലെ. സി തന്നെ ചെക്ക് ചെയ്യാം. സിയിൽ എന്താ പറയുന്നത്, ഐ സൈക്ലിസ്റ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 750 മീറ്റർ, അതായത് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് 750 മീറ്റർ ഇൻ 1/2 മിനിറ്റ്സ്. ടൈം തന്നിരിക്കുന്നത് 2.5 മിനിറ്റ് ആണ് അല്ലേ, 2.5 മിനിറ്റ്. അങ്ങനെയെങ്കിൽ സ്പീഡ് 18 കിലോമീറ്റർ പെർ അവർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 18 വരുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ അറിയണം സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. പൊതുവെ നമ്മൾ 2 യൂണിറ്റ്സ് ആണ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഉപയോഗിക്കുക. ഒന്ന് കിലോമീറ്റർ പെർ അവറും മറ്റൊന്ന് മീറ്റർ പെർ സെക്കൻഡും. ഓക്കെ, ഇവരാണ് കോംബോ, കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ സെക്കൻഡും. സോ ഇവിടെ ഇത് മീറ്ററിലാണ്, ഇതിവിടെ മിനിറ്റിലാണ്. സോ നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഈ കിടക്കുന്ന സാധനം മിനിറ്റിനെ ഒന്ന് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ജസ്റ്റ് 2.5 മിനിറ്റ് എത്ര സെക്കൻഡ് ആകും, 1 മിനിറ്റ് 60 സെക്കൻഡ് അല്ലെ. ഒരു മിനിറ്റ് 60 സെക്കൻഡ്, അപ്പം 2 മിനിറ്റ് ആകുമ്പോൾ 120 സെക്കൻഡ്. പിന്നെ ഒരു 1/2 മിനിറ്റും കൂടെ എന്ന് പറയുമ്പോൾ 30 സെക്കൻഡ് അല്ലേ. 30 സെക്കൻഡ്, 1/2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 30 സെക്കൻഡ്, അതായത് മൊത്തത്തിൽ 150 സെക്കൻഡ്. അതായത് 2.5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 150 സെക്കൻഡ് ആണ്. ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ മതി, 1 മിനിറ്റ് 60 സെക്കൻഡ്, അങ്ങനെയെങ്കിൽ 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 120 സെക്കൻഡ്. പിന്നെ ഒരു 1/2 മിനിറ്റും കൂടെ ഉണ്ട്. 1/2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ് ആണ് അല്ലേ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 150 സെക്കൻഡ് എന്ന് കിട്ടും. 150 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമുക്ക് സ്പീഡ് നോക്കാം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലേ. ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം ഇത് വെട്ടാം. 75 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ, അല്ല 15 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലെ. ഇത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഉത്തരം വരിക 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബട്ട് നോക്കൂ, നമ്മുടെ ആൻസർ എന്തിലാണ് കിടക്കുന്നത്, കിലോമീറ്റർ പെർ അവറിലേക്കാണ്. ഓക്കെ, അപ്പോൾ 5 തെറ്റാണല്ലോ എന്ന് പറഞ്ഞ് ചാടരുത്. നമ്മളൊന്ന് ജസ്റ്റ് നമുക്ക് യൂണിറ്റ് കൺവേർഷൻ കൂടെ നടത്തിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണം. എന്താ ചെയ്യേണ്ടത്, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണം, അതായത് ചെറിയതിനെ വലുതിലേക്ക് ആക്കണം. അപ്പൊ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്തെന്ന് വരും, 5 ഇൻറ്റു 18/5. ഈ 5 ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 18 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, സോ സി എന്നുള്ള ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ സി എന്തായാലും ആൻസർ ആയിട്ട് വരില്ല, കാരണം റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം അല്ലെ. അപ്പൊ സി ഉള്ള ഓപ്ഷനും വെട്ടാം. അപ്പൊ ഇനിയും ബി കൂടെ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും.
ബിയും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരും. ഇത് രണ്ടും പറ്റിയേ ബി ചെക്ക് ചെയ്യാം. ബിയിൽ എന്താണ് പറയുന്നത്? ഓക്കെ, എ പേഴ്സൺ കവേഴ്സ് എ സർട്ടൺ ഡിസ്റ്റൻസ് അറ്റ് x km/h ആൻഡ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് അറ്റ് y km/h. ഓക്കെ, ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ രണ്ട് സ്പീഡ് വരുന്നുണ്ട് അല്ലേ? സ്പീഡ് 1 അത് x km/h ആണെന്ന് പറയുന്നു. സ്പീഡ് 2 y km/h ആണെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ ദ ആവറേജ് സ്പീഡ് ഡ്യൂറിങ് ദ ഹോൾ ജേർണി എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നാണ് ഇത് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ നോക്കാം. അതായത് ചോദ്യം ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ആവറേജ് സ്പീഡ്. നമുക്കിവിടെ എന്താണ്, ഡിസ്റ്റൻസ് സെയിം ആണ്, ടൈം തന്നിട്ടില്ല, സ്പീഡുകൾ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ 2 × s1 × s2 ഡിവൈഡ് ബൈ s1 + s2. ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഇതൊന്ന് പഠിച്ചു വെച്ച ഉപകാരം വരും. സ്പീഡ് മാത്രം തന്നിരിക്കുന്ന കേസിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2 × s1 × s2 ബൈ s1 + s2 ആണ്. ഇപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2 × s1 എന്താ x അല്ലേ, ഇൻറ്റു x ഇൻറ്റു s2 y അല്ലേ, ഇൻറ്റു y ബൈ x + y. അതിനല്ലേ നമ്മുടെ ആൻസർ നടക്കുന്നത്. സോ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബിയും ഉത്തരം വരില്ല. ആൻസർ എ ആയിരിക്കും. ആൻസർ എ ആയിരിക്കും വരാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മളിപ്പം ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്നത് സ്പീഡുകൾ തന്നിരിക്കുന്ന കേസിലാണ് അല്ലേ. ഇനി ഡിസ്റ്റൻസും ടൈമും തന്നിട്ടാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ചെയ്താണ്. ഓക്കെ, പിന്നെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻ. ഒന്ന് സ്പീഡുകൾ മാത്രം തന്നിരിക്കുന്ന കേസിൽ നമ്മൾ എങ്ങനെ എഴുതും? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു s1 × s2 × 2 ബൈ s1 + s2. ഇത് സ്പീഡുകൾ തന്നിരിക്കുന്ന കേസ്. ഇനി ഡിസ്റ്റൻസ് സെയിം ആണ് കേട്ടോ ഈ കേസിൽ ഡിസ്റ്റൻസ് സെയിം ആണ്. ഇനി പല ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ, പല ഡിസ്റ്റൻസും പല സ്പീഡും പല ടൈമും ഒക്കെ ആണെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ യൂസ് ദിസ് ഇക്വേഷൻ, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, അപ്പം ഇതും ശരിയാണ്. എ തെറ്റാണ് അല്ലേ. അപ്പൊ നമുക്ക് എ ശരിക്കുള്ള ഉത്തരം എന്താ, എങ്ങനെ വരും ജസ്റ്റ് നോക്കാം. ജസ്റ്റ് എങ്ങനെ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ചോദ്യം എന്താ? എ മാൻ റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 20 km/h. സ്പീഡ് വന്നിട്ടുണ്ട് 20 km/h. സോ നിങ്ങൾ ചെയ്യുമ്പോൾ യൂണിറ്റ്സ് ശ്രദ്ധിക്കണം. കിലോമീറ്റർ ആണോ മീറ്റർ/സെക്കൻഡ് ആണോ എന്താണ് യൂണിറ്റ് എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. 20 km/h ആൻഡ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 400 മീറ്റർ. ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് 400 മീറ്റർ ആണ് കേട്ടോ. കേട്ടോ, ഇത് കിലോമീറ്റർ, ഇത് മീറ്റർ. അവിടേക്കാണ് നമ്മൾ എത്തിക്കാൻ. ശരി, അങ്ങനെയെങ്കിൽ ദ ടൈം ടേക്കൺ ബൈ ദ മാൻ ടു കവർ 400 മീറ്റർ ഈസ് 8 മിനിറ്റ്. അതായത് ഇവിടുത്തെ ടൈം, ഈ 400 മീറ്റർ കടക്കാൻ അദ്ദേഹത്തിന് എന്തോരം സമയം ഉണ്ട് എന്നുള്ളത്, എത്ര സമയം എടുത്തു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും 8 തെറ്റാണ്. എന്ത് വരും നോക്കാം. സി, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഓക്കെ, ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു തന്നു. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ടൈം കണ്ടുപിടിക്കണം. അതിന് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് യൂണിറ്റ്സിലായതുകൊണ്ട് നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സ്പീഡിനെ എന്ത് ചെയ്യാം, മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കൺവേർട്ട് ചെയ്യാം. എന്ത് ചെയ്യണം, കിലോമീറ്ററിനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം, ചെറുതിലേക്ക് ആക്കണം അല്ലേ. അപ്പം 20 × 5/18 ചെയ്യണം. ഓക്കെ, ഇത് രണ്ടും കൊണ്ട് വെട്ടിയാൽ 10 അല്ലേ, ഇത് രണ്ടും കൊണ്ട് വെട്ടിയാൽ 9. 50/9. അവിടെ സോൾവ് ചെയ്യാൻ നിൽക്കണ്ട, ഫ്രാക്ഷൻ ആയിട്ട് കിടന്നോട്ടെ. എന്തായാലും നമുക്ക് ഇനിയും ചെയ്യാനുണ്ടല്ലോ, മേ ബി കട്ടായി പോകും. 50/9. സോ നമുക്കറിയാം T is equal to ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്.
ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് അല്ലേ. ഇതിവിടെ കിടപ്പുണ്ട്, പിന്നെ എഴുതണ്ട. അപ്പൊ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 400 ഡിവൈഡഡ് ബൈ സ്പീഡ് 50/9 ആണ് അല്ലേ. 50/9. അതിനെ നമുക്ക് തിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? തിരിച്ചെഴുതിയാൽ 400. അതായത് ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെ കിടക്കുന്നതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. 9/. ഇത് വെട്ടി 8. 8 × 9 72. ആൻഡ് യൂണിറ്റ് എന്താണ്? മിനിറ്റ് ആണ് കേട്ടോ. കാരണം നമ്മളെല്ലാം മീറ്റർ പെർ സെക്കൻഡിലാണ് കൺവേർട്ട് ചെയ്തത്. 72 മിനിറ്റ്. മിനിറ്റ് അല്ല, സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, സെക്കൻഡ് ആവില്ല. 72 സെക്കൻഡ് എന്നാ വരാം. 72 സെക്കൻഡ് എന്നാ വരാം. ഓക്കെ, ഇവിടെ 72 സെക്കൻഡ്. ഈ 72 സെക്കൻഡിനെ കൺവേർട്ട് ചെയ്താൽ 8 മിനിറ്റ് ആകുമോ എന്ന് നോക്കിയാൽ മതി. എന്നാലും തെറ്റാണ്. എങ്ങനെ നോക്കാം? ഇങ്ങനെ നോക്കാം. 72 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് കൂട്ടിയെടുത്താൽ മതി എത്ര മിനിറ്റ് വരുമെന്ന്. 60 സെക്കൻഡ് 1 മിനിറ്റ്. അപ്പൊ 1 മിനിറ്റ് എന്തായാലും കഴിഞ്ഞു പോയേ. 1 മിനിറ്റ്. ആൻഡ് പിന്നെ മിച്ചം 12 സെക്കൻഡ് അല്ലേ. ദാറ്റ് ഈസ് 1.2 മിനിറ്റ് ആണ്, അല്ലാതെ 8 മിനിറ്റ് അല്ല. ഓക്കെ, 1.2 മിനിറ്റ് ആകും. ഓക്കെ, അത്രേ. കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതെന്താ ചെയ്യാ? പെർസെന്റേജിന്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യമാണ് അല്ലേ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദ പ്രൈസ് ഓഫ് എ ജുവൽ. ഒരു ജുവലിന്റെ പ്രൈസ് പാസിംഗ് ത്രൂ 3 ഹാൻഡ്സ്. അതായത് 3 കച്ചവടക്കാരുടെ കടന്നു പോകുന്നു എന്നർത്ഥമേ ഉള്ളൂ. 3 ഹാൻഡ്സ് റൈസസ് ഓൺ ദ ഹോൾ ബൈ 65%. അതായത് ഒരു ജുവല് അതിന് ഒറിജിനൽ ഒരു പ്രൈസ് ഉണ്ടായിരുന്നു, പക്ഷെ 3 ആൾക്കാരുടെ കയ്യിലൂടെ അത് കടന്നു പോകുമ്പോൾ, അത് 3 കച്ചവടക്കാരുടെ കയ്യിലൂടെ കടന്നു പോകുമ്പോൾ ഫൈനൽ വരുമ്പോൾ അതിനകത്ത് ഒരു 65% പ്രൈസിൽ വർധനവ് വന്നിട്ടുണ്ട്. ഓക്കെ, 65% പ്രൈസിൽ വർധനവ് വന്നിട്ടുണ്ട്. ഇനി if the first and second sellers earned 20% and 25% profit respectively. അതായത് ആദ്യത്തെ കച്ചവടക്കാരൻ അതിന് 20% ലാഭം കിട്ടി, രണ്ടാമത്തെ സെല്ലറിന് 25% ലാഭം കിട്ടി. then find the percentage of profit earned by the third seller. മൂന്നാമത്തെ സെല്ലറിന് എന്തോരം പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്, അതായത് അദ്ദേഹത്തിന് എന്തോരം ശതമാനം ലാഭം കിട്ടിയെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നത് ഇറ്റ്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്താണ്? This successive percentage. എങ്ങനെ മനസ്സിലായി സക്സസീവ് പെർസെന്റേജ് ആണെന്ന്? എന്നുവെച്ചാൽ ഒന്നിന് പുറകെ ഓരോ പെർസെന്റേജ്. സക്സസീവ് പെർസെന്റേജ് നമ്മൾ ഇൻക്രീസ്, പെർസെന്റേജ് കൂടി എന്ന് പറഞ്ഞാലും കുറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? സക്സസീവ് പെർസെന്റേജ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സക്സസീവ് പെർസെന്റേജ് എന്ന കൺസെപ്റ്റ് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തുടരെ ഇത്ര ശതമാനം മാറി, ഇത്ര ശതമാനം മാറി, ഇത്ര ശതമാനം മാറി എന്നൊരു ചോദ്യത്തിൽ കണ്ടാൽ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ എന്ത് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും? സക്സസീവ് പെർസെന്റേജ് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇനിഷ്യലി ഉണ്ടായിരുന്ന ഇതിന് ഒറിജിനൽ പ്രൈസ് ഞാൻ ഒ പി എന്ന് എഴുതാണ്. ഒറിജിനൽ പ്രൈസ്. ഓക്കെ, ഒറിജിനൽ പ്രൈസ് എക്സ് ആയിരുന്നു എങ്കിൽ ഫൈനലി എത്തിയപ്പം അതിന് 65% ഇൻക്രീസ് ഉണ്ടായത്. അതായത് അതിന്റെ വില എക്സിന്റെ 165%. ഓക്കെ, പെർസെന്റേജ് നമ്മൾ അങ്ങനെ പറയാം. എത്ര ശതമാനം കൂടി എന്ന് പറയുമ്പോൾ ബേസ് നമ്മൾ 100 എടുക്കും. എത്ര ശതമാനമാണോ കൂടിയത് അതിന് ഇങ്ങനെ നമ്മൾ കൂട്ടിയിട്ട് എഴുതും. ഓക്കെ, ദെൻ ഇനിഷ്യൽ ഒറിജിനൽ പ്രൈസ് എക്സ് ആണെങ്കിൽ മൊത്തത്തിൽ 165% അതിൽ കൂടിയിട്ടുണ്ടാവുക. ഇന്ത്യൻ പ്രൈസ് യെസ്, അങ്ങനെ കാണാം. ശരിയാണ്. ഓക്കെ, അതൊരു കാര്യം നമ്മൾ അറിയണം. പിന്നെന്താ പറയുന്നുള്ളത്? ഫസ്റ്റ് സെല്ലർ ഉണ്ട്, സെക്കൻഡ് സെല്ലർ ഉണ്ട്, തേർഡ് സെല്ലർ ഉണ്ട്.
ഫസ്റ്റ് സെല്ലർ ഉണ്ട്, സെക്കൻഡ് സെല്ലർ ഉണ്ട്, തേർഡ് സെല്ലർ. ഇതിൽ ഫസ്റ്റ് സെല്ലർ 20% അയാൾക്ക് കൂടുതൽ കിട്ടി, മീൻസ് ലാഭം കിട്ടി. ഇറ്റ് മീൻസ് അവിടെ പെർസെന്റേജ് ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുണ്ടോ അല്ലേ? ഇവിടെ എന്താ ഉള്ളത്? 25% ലാഭം. ആൻഡ് ഇയാളുടെ പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കണം. സോ ലെറ്റ് us take as P%. P% നമ്മൾ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് എന്ത് ചെയ്യാം? സക്സസീവ് റേഷ്യോന്റെ ഫോമിലോട്ട് ഇട്ടാൽ മതി. അതായത് നമുക്ക് എക്സ് പ്രൈസ് ഒരു സാധനം ഉണ്ടായിരുന്നു. ആദ്യം അതിന്റെ 20% കൂടുക, പ്രോഫിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ മീൻസ് കൂടുകയാണ് അല്ലെ? 20% കൂടി എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ 120% എടുക്കാം. അതിന്റെ പിന്നെന്താ വരിക? 125% ഇൻറ്റു ഇത് നമുക്കറിയില്ല, അത് നമുക്ക് 100 + B/100 എന്ന് തന്നെ എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന്റെ 165%. ഓക്കെ, സക്സസീവ് റേഷ്യോ എടുക്കുമ്പോൾ ഇതിങ്ങനെ വരും. ഒറിജിനൽ പ്രൈസിന്റെ 120%, പിന്നെ അതിൽ നിന്നുള്ള 125% ഇൻക്രീസ് ചെയ്തു, പിന്നെ 100 + P% ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 165/100. ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെർസെന്റേജ് ചേഞ്ച് ഇൻക്രീസ് ആകട്ടെ ഡിക്രീസ് ആകട്ടെ പെർസെന്റേജ് ചേഞ്ച് കാണുകയാണെങ്കിൽ എന്തായാലും അതിന്റെ തന്നെ ആയിരിക്കും സക്സസീവ് റേഷ്യോയുടെ സക്സസീവ് പെർസെന്റേജ് ആയിരിക്കും. സോ ജസ്റ്റ് അതിന് എന്ത് ചെയ്യാം? 100 വെച്ച് കൂട്ടുകയോ കുറയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഓക്കെ, ഇതെങ്ങനെ സോൾവ് ചെയ്യാം? എഴുതാം. എക്സ് ഇൻറ്റു 120/100 ഇൻറ്റു 125/100 ഇൻറ്റു 100 + P/100 is equal to x ഇൻറ്റു 165/100. ഈ എക്സും ഇവിടെ ക്യാൻസൽ ആവും. ഇതിൽ പി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ ഒരു ടേമിനെ മാത്രമേ ഇവിടെ ഇടാം അല്ലെ? 100 + P. ബാക്കി എല്ലാത്തിനും അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇത് 165/100 ഇൻറ്റു ഇവിടെ താഴെ കിടക്കുന്നൊക്കെ മേളിൽ വരും. 100 ഇൻറ്റു 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഇൻറ്റു 120 ഇൻറ്റു 125. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. ഇങ്ങനെ വരും. ഈ 100ഉം ഈ 100ഉം ക്യാൻസൽ ആവും. 0 0 വെട്ടാം. ഇനി ഇത് 2 കൊണ്ട് വെട്ടിയാൽ 6, ഇത് 2 കൊണ്ട് വെട്ടിയാൽ 5, ഇതും കൂടെ വെട്ടിയാൽ 25. ദെൻ ഇത് 5 കൊണ്ട് വെട്ടിയാൽ 5 കൊണ്ട് വെട്ടുന്നത് അല്ലേ? 15 3 15 15 5 33. ഇങ്ങനെ വെട്ടിയാലും 5 165 ഡിവൈഡഡ് ബൈ 5 3 15 33 33 ഇത് 5 കൊണ്ട് വെട്ടുമ്പോൾ 5. ഇനിയും വെട്ടാം അല്ലേ? ഇത് 3 കൊണ്ട് വെട്ടിയാൽ 11, ഇത് 3 കൊണ്ട് വെട്ടിയാൽ 2, ദെൻ ഇതുകൊണ്ട് വെട്ടിയാൽ 50, ഇതുകൊണ്ട് വെട്ടിയാൽ 10. 11 ഇൻറ്റു 10 110. അപ്പൊ പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 110 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഓക്കെ, പിയുടെ വാല്യൂ 10 വരും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിന് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണല്ലേ? സോ ലെറ്റ്സ് സീ എന്താ അതിന്റെ ആൻസർ വരാ? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്നാണ് ചോദ്യം അല്ലേ? സക്സസീവ് ഡിസ്കൗണ്ടിന് ഇക്വേഷൻ ആണോ? സക്സസീവ് ഡിസ്കൗണ്ടിന്റെ സക്സസീവ് ഡിസ്കൗണ്ട് സക്സസീവ് ഡിസ്കൗണ്ട് വരുമ്പോൾ ഇങ്ങനെ ചെയ്യും. പെർസെന്റേജ് ചോദ്യങ്ങളിൽ പൊതുവെ ഡിസ്കൗണ്ട് നമ്മൾ പെർസെന്റേജ് പറയുമല്ലോ. പെർസെന്റേജ് ചോദ്യങ്ങളിൽ പൊതുവെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചേഞ്ച് വരും, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പെർസെന്റേജുകൾ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമ്മൾ പൊതുവെ എന്താണ്
ഇനിഷ്യലി ഉണ്ടായിരുന്നതിൽ നിന്ന് ഇത്ര ശതമാനം ഇത്ര ശതമാനം ഇത്ര ശതമാനം എന്ന് പറഞ്ഞ് എടുത്താ പോവുക. ഡിസ്കൗണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഡിസ്കൗണ്ട് എടുക്കുമ്പോൾ 100-ൽ നിന്ന് നമ്മൾ അതിനെ കുറയ്ക്കും. ഓക്കെ, ഇവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ കൂട്ടി എഴുതും എന്നെയാണ്. ശരി. Then which of the statements is or are true? നോക്കാം. ഇതില് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നേന്ന് ചെയ്തു വരാം. Maybe that's good. കാരണം എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. നമുക്ക് ഒന്നേന്ന് ചെയ്ത് നോക്കാം. If an athlete runs 200 meters in 24 seconds, then his speed in kilometer per hour. കാരണം നമ്മൾ തെറ്റിക്കാനാണ് ആ യൂണിറ്റ്സ് അങ്ങോട്ട് ഇങ്ങനെ മാറ്റുന്നത്. സോ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുമ്പോൾ. ഓക്കെ, സോ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 200 മീറ്റർ. ആൻഡ് ടൈം തന്നിട്ടുണ്ട് 24 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ സ്പീഡ് കണ്ടുപിടിച്ചൂടെ? സ്പീഡ് എന്ന് നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ കിട്ടും 200/24. എത്ര വരും? 200/24. ഇത് 2 കൊണ്ട് വെട്ടിയാൽ ഇത് 100, ഇത് 2 കൊണ്ട് വെട്ടിയാൽ ഇത് 12, ഈ 2 കൊണ്ട് വെട്ടിയാൽ ഇത് 50, ഈ 2 കൊണ്ട് വെട്ടിയാൽ ഇത് 6, ഇത് 2 കൊണ്ട് വെട്ടിയാൽ 25, ഇത് 2 കൊണ്ട് വെട്ടിയാൽ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 25/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, 25/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതിന് നമുക്ക് എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനെന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലാക്കാൻ ചെറുതിന് വലുതിലോട്ടാണ് അല്ലെ? അപ്പം 25/3 ഇൻറ്റു 18/5. ഇത് വെട്ടി ഇത് വെട്ടി ഇത് 5, ഇത് 6. ഇക്വൽ ടു യെസ്, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ എ ഇല്ലാത്ത ഓപ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ബി ഇല്ല, ഡി ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും മനസ്സിലായി സി എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഇനി ബിയും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അല്ലെ? സി എന്തായാലും കറക്റ്റ് ആണ്, ബിയും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പം എ കറക്റ്റ് ആണ്, സി കറക്റ്റ് ആണ്, ഈ ഓപ്ഷനും വെട്ടിപ്പോയി. സോ ലെറ്റ് സി. അടുത്തത് ബി കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും അല്ലെ? എങ്ങനെ വരും? 65% of a number is 21 less than 4/5 of that number. The number is 150. അതായത് ഒരു നമ്പർ ലെറ്റ്സ് സേ ഇറ്റ്സ് എക്സ്. ഒരു നമ്പർ എക്സ് ആണ്. അതിന്റെ 4/5, അതായത് എക്സിന്റെ 4/5 എന്ന് പറയുന്നത് ഈ എക്സിന്റെ 65% എടുക്കുമ്പോൾ, അതായത് എക്സിന്റെ 65% എന്ന് പറയുന്നത് എക്സിന്റെ 4/5നേക്കാൾ 21 കുറവാണ് എന്നാ പറയുന്നത്. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അതായത് എക്സിന്റെ 65% ഈസ് ലെസ് ദാൻ, ഇതിൽ വലുത് ഏതാ? 4/5 അല്ലേ? വലുത് 4/5. എക്സിന്റെ 65% തമ്മിലുള്ള ഡിഫറൻസ് 21 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് സ്റ്റേജിൽ പറയുന്നുണ്ട് ആ നമ്പർ 150 ആണ്. ജസ്റ്റ് ഈ എക്സ് 150, ആ എക്സിന്റെ സ്ഥാനത്ത് 150 ഇട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് 21 ആണോ കിട്ടുന്നതെന്നൊന്ന് നോക്കിയാൽ മതി അല്ലേ? നമുക്ക് എങ്ങനെ വരും? 4/5 ഇൻറ്റു 150, ഇതും വെട്ടുമ്പോ 30 അല്ലേ? അതായത് 120. ഇത് 120 മൈനസ് 120 അങ്ങനെ വന്നു 120 മൈനസ് 150യുടെ 65%. 150യുടെ 65%. ഇത് പോയി ഇത് പോയി. 5 കൊണ്ട് വെട്ടിയാൽ 3, 5 കൊണ്ട് വെട്ടിയാൽ 2. ഇത് കിട്ടില്ല.
അഞ്ചഞ്ചും 10. 3 into 5, 15. Balance 1. 6 into 3, 18 plus 190. 195 by 2. ഇങ്ങനെയാണ് വരിക. എന്തായാലും മനസ്സിലാവും 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. സോ ഒരു ഡെസിമൽ വാല്യൂ വരും അല്ലെ. അപ്പൊ എന്തായാലും അത് പക്ക 21 വരത്തില്ല. സോ സ്റ്റേറ്റ്മെന്റ് ബി തെറ്റാണ്. സി ആണത്തിന് വരിക. സി ആണ് ആൻസർ വരിക. ഓക്കെ, അതൊന്നും അത്രയും ചെയ്ത് നോക്കിയില്ലെങ്കിലും മനസ്സിലാവും അല്ലേ. എന്താണ് 2 കൊണ്ട് അത് കംപ്ലീറ്റ് ഡിവിസിബിൾ ആയി പോകത്തില്ല. സോ അഥവാ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ഡെസിമൽ വാല്യൂ വരും, അല്ലെങ്കിൽ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആയിരിക്കും. സോ എന്തായാലും പക്ക 4/5 എന്താ ഉദ്ദേശിക്കുന്നത്? ആ എക്സിന്റെ 5ൽ 4 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ? ആ നമ്പറിന്റെ 4/5 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ? 4/5 of that number means 4/5 into a number. Okay. ഓക്കെ അല്ലേ. അപ്പൊ ഉത്തരം എന്താ വരിക? എ ആൻഡ് സി. ഇത് നമ്മൾ പിന്നെ ഡി ചെക്ക് ചെയ്തില്ല. ജസ്റ്റ് വെറുതെ നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ് എ ആൻഡ് ബി. 2 നമ്പർ ഉണ്ട്, എയും ബിയും, ആൻഡ് ഈസ് 1660. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1660 ആണെന്ന് പറയുന്നു. ഇഫ് എന്റെ 7.5%, ബിന്റെ 12.5%, എന്റെ 7.5% ഈസ് 12 എന്ന് പറഞ്ഞാല് എന്റെ 7.5%ഉം ഇതിന്റെ 12.5% ഈക്വൽ ആണെന്നാണ്. ഓക്കെ, അതാണെന്ന് പറയുമ്പോൾ അത് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ ആണ് തന്നിരിക്കുന്നത് 4150 2200. ഓക്കെ, സിമ്പിൾ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോന്ന് ആദ്യം നോക്കാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയുടെയും ബിയുടെയും വാല്യൂ അതാണ്. അങ്ങനെയെങ്കിൽ അത് നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 1660 കിട്ടണം അല്ലേ. ആദ്യം ഡി ചെക്ക് ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ഇങ്ങനെ രക്ഷയില്ല. സിസ്റ്റം നോക്കിയാൽ മതി. 4150 മൈനസ് 0, 5, 11 2 പോയാൽ 9, 3 2 പോയാൽ 1. എന്തായാലും 1660 വരില്ല. സോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ബാക്കിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്തതാണ്, ആവശ്യമൊന്നുമില്ല. ഇത്രയും കിട്ടിയ ബാക്കി ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? So let's do the next question. Yes. ലാസ്റ്റ് ഒന്നുകൂടെ സി എന്നുള്ള ഓപ്ഷൻ. സി ചെയ്തില്ല അല്ലേ? ഓക്കെ, സി നമ്മൾ ചെയ്തില്ല. സി ലാസ്റ്റ് ഓപ്ഷൻ ഒന്നുകൂടെ. ലാസ്റ്റ് ഓപ്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് എയും ബിയും എന്ന 2 നമ്പർ ഉണ്ട്. അവർ തമ്മിലുള്ള ഡിഫറൻസ് 1660 ആണ് തന്നിട്ടുണ്ട്. എന്നിട്ടൊരു കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ്, എയുടെ 7.5% എന്ന് പറയുന്നത് ബിയുടെ 12.5%. ഇത് 2 കാര്യങ്ങൾ. എ മൈനസ് ബി ഇസ് ഇക്വൽ ടു 1760 എയുടെ 77.5% ഓഫ് എ എന്ന് പറയുന്നത് ബിയുടെ 12.5%. ഈ 2 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ അവിടെ നമുക്ക് ഇതിനകത്ത് ഈ ക്വസ്റ്റിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതെങ്ങനെ ട്രിക്കി ആകുമെന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ചെയ്ത് നോക്കും അല്ലെ. വേണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ചെയ്ത് നോക്കും. ഇതിന്റെ എ ടേംസിലോ ബി ടേംസിലോ ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ തന്നെയാണോ, എയുടെ വാല്യൂ നമ്മൾ അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അതിനു മുന്നേ നമുക്ക് ആദ്യം ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് എയുടെയും ബിയുടെയും വാല്യൂ 4150 2220 ആണെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികം അവിടെ തമ്മിലെ ഡിഫറൻസ് ഇത് തന്നെയാണോ എന്ന് ആദ്യം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അറൌണ്ട് 1950 എന്നാ വരുന്നത്, നോട്ട് 1660. ജസ്റ്റ് ആദ്യത്തെ ഒരു കേസ് നോക്കുമ്പോൾ തന്നെ അതല്ല നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഓപ്ഷൻ നമുക്ക് ഡി എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ബാക്കി ചെയ്യണം. ശരിയാ, നമ്മൾ സി എന്നുള്ള ഓപ്ഷൻ ചെയ്തില്ല. സി എന്തായാലും കറക്റ്റ് ആണല്ലോ. അപ്പം ചെയ്യാം. സിയിൽ പറയുന്നത് ഈ കാർ ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 108 km/h. സ്പീഡ് തന്നിട്ടുണ്ട് 108 km/h.
എപ്പോഴും യൂണിറ്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഡിസ്റ്റൻസ് കവേർഡ് ബൈ കാർ ഇൻ 15 സെക്കൻഡ് ഈസ് 450 മീറ്റർ. അതായത് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 450 മീറ്റർ ആൻഡ് ടൈം തന്നിട്ടുണ്ട്, ഇത് മീറ്ററിന്, ടൈം 15 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എല്ലാ ആൾക്കാരും ഉള്ളതുകൊണ്ട് ഈ സ്പീഡ് നമുക്ക് ഇത് തന്നെയാണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലേ. നമുക്കറിയാം സ്പീഡ് ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇത് മീറ്ററിലും സെക്കൻഡിലുമാണ് ചെയ്യുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ഉത്തരം വരത്തുള്ളൂ. 450 ഡിവൈഡ് ബൈ 50 അല്ലേ. 450 ഡിവൈഡ് ബൈ 50 എന്ന് പറയുമ്പോൾ 15ന്റെ 5 കൊണ്ട് വെക്കാം, 5 കൊണ്ട് വെക്കാം, 30 മീറ്റർ പെർ സെക്കൻഡ്. അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണമെങ്കിൽ ചെറുതിന് വലുതിലേക്കാ പോണേ അല്ലേ. 18/5 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്തായി, 30 × 18 ഡിവൈഡ് ബൈ 5. ഇവിടെ വെട്ടാലോ ഇത്, 3 6 18 × 6 8 × 6 48 6 6 4 10. That is 108 kilometer per hour. Okay. So അതാണ് അടുത്തത്. again അടുത്ത question. This question. Okay. എന്താണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? റോഹൻ ബൈസ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 25%. ഒരു ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് അല്ലെ, 25% ഡിസ്കൗണ്ടിനാണ് അയാൾ ആർട്ടിക്കിൾ വാങ്ങിക്കുന്നത്. At what percent above the cost price should he sell it to make a profit of 25% over the original price? അതായത് ഇതിനകത്തൊരു ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് 25%. Okay. At what percentage above the cost price should he sell it to make a profit of 25% over the original price? അതായത് നമുക്കൊരു ഒറിജിനൽ പ്രൈസ് ഉണ്ടാകും, അതിനേക്കാൾ 25% കൂടുതൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ, ഓക്കെ, നമ്മുടെ ഒറിജിനൽ പ്രൈസിനേക്കാൾ 25% കൂടുതൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ കോസ്റ്റ് പ്രൈസിനേക്കാൾ എത്ര ശതമാനം കൂട്ടിയാണ് അയാൾ വിൽക്കേണ്ടത്? അതായത് കോസ്റ്റ് പ്രൈസിനേക്കാൾ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്തോരം ഉണ്ടായിരിക്കണം, എത്ര പെർസെന്റേജ് കൂടുതലായിരിക്കണം? ചോദ്യം ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ആർട്ടിക്കിൾ അത് വിറ്റത് 25% ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, 25% ഡിസ്കൗണ്ടിലാണ്. ഇവിടെ ഡിസ്കൗണ്ട് എന്ന കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സാധനങ്ങൾ, മാറിപ്പോകരുത്. ഒന്ന്, ഈ പറഞ്ഞ കണക്ക് ഡിസ്കൗണ്ട് എന്ന കേസിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ഓക്കെ, ഞാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നില്ല. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് എന്ന സാധനം ഉണ്ടാവും. പിന്നെ നമുക്കൊരു കോസ്റ്റ് പ്രൈസ് ഉണ്ടാവും, സ്വാഭാവികം അല്ലെ. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ആൻഡ് ഒരു സാധനം കൂടെ ഉണ്ടാവും, കോൾഡ് ദി മാർക്ക്ഡ് പ്രൈസ്. മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയും. ഈ മാർക്ക്ഡ് പ്രൈസ് ആണ് ഒറിജിനൽ പ്രൈസ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, പലപ്പോഴും നമുക്ക് CP മാർക്കറ്റ് പ്രൈസും SP ഒക്കെ തമ്മിൽ മാറിപ്പോകരുത്. ഒരു കോസ്റ്റ് പ്രൈസ് ഉണ്ടാവും, സെല്ലിംഗ് പ്രൈസ് ഉണ്ടാവും, മാർക്കറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ പ്രൈസ് ഉണ്ടാകും. ഓക്കെ, ഡിസ്കൗണ്ടിന്റെ കേസിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഈ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് കുറയ്ക്കുന്നതാണ്. അതായത് ഒരു സെല്ലർ എന്താ ചെയ്യുന്നത്, അയാൾ ഒരു കോസ്റ്റ് പ്രൈസിൽ ഒരു സാധനം മേടിക്കും, എന്നിട്ട് അയാൾ വിൽക്കാൻ നേരം എന്ത് ചെയ്യും, അയാൾ ഒരു വില അതിനങ്ങിടും. ഓക്കെ, വില അങ്ങിടും. എന്നിട്ട് ഒന്നെങ്കിൽ ആ ഇട്ട വിലയിൽ തന്നെ അങ്ങ് വിൽക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അയാൾ അതിന് ഒരു വില ഇട്ടിട്ട് കൂട്ടി ഇച്ചിരി വില ഇട്ടിട്ട് അതിൽ നിന്നൊരു ഡിസ്കൗണ്ട് ഇടും, എന്നിട്ട് അതിനെ വിൽക്കും. ഓക്കെ, അപ്പം കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് ചെയ്താൽ കോസ്റ്റ് പ്രൈസ് കിട്ടും. ഇനി ഒരു ചെറിയ ഒരു ധാരണ ഉണ്ടാവണം, ഡിസ്കൗണ്ട് എന്താണ്, കോസ്റ്റ് പ്രൈസ് എന്താണ്, സെല്ലിംഗ് പ്രൈസ് എന്താണ്, മാർക്കറ്റ് പ്രൈസ്, ഒറിജിനൽ പ്രൈസ്, ഈ സാധനങ്ങൾ തമ്മിൽ എന്തൊക്കെയാണെന്നുള്ളത് ധാരണ ഉണ്ടാവും. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു ഡിസ്കൗണ്ട് ഉണ്ട്, 25% അയാൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് പറയുന്നുണ്ട് ഒറിജിനൽ പ്രൈസ്, അതായത് നമ്മുടെ മാർക്കറ്റ് പ്രൈസ്, മാർക്ക്ഡ് പ്രൈസ്, ഒറിജിനൽ പ്രൈസിനേക്കാളും 25%
കൂടുതൽ അയാൾക്ക് വിൽക്കുമ്പോൾ കിട്ടണം. അങ്ങനെയെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം കോസ്റ്റ് പ്രൈസിനേക്കാൾ എത്ര ശതമാനം കൂടുതലായിട്ടാണ് അയാൾ വിൽക്കേണ്ടത്. അതായത് സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിൽ എത്ര പെർസെന്റേജ് ഇൻക്രീസ് ഉണ്ട്, ഇതാണ് ചോദ്യം. സോ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇവിടുത്തെ ഒറിജിനൽ പ്രൈസ് അറിയില്ല. സോ ലെറ്റ് ഇറ്റ് ടേക്ക് അസ് മാർക്ക്ഡ് പ്രൈസ്, അല്ലെങ്കിൽ ഒറിജിനൽ പ്രൈസ് 100 എന്ന് എടുക്കാം. ഓക്കെ, 100 ആണ് എടുക്കാം. സി, നമ്മൾ പറഞ്ഞു കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്ക്ഡ് പ്രൈസിൽ നിന്നും, മാർക്ക്ഡ് പ്രൈസ് തന്നെയാണ് ഒറിജിനൽ പ്രൈസ്, അതിൽ നിന്നും നമ്മുടെ ഡിസ്കൗണ്ട് കുറയ്ക്കുന്നതാന്ന് പറഞ്ഞു. നമുക്കിവിടെ 25% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സി പി എന്ന് പറയുന്നത് 25% കുറയ്ക്കുമ്പോൾ 100-ൽ നിന്നും 25 കുറയ്ക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 75. ഇത് നമ്മുടെ സി പി ആണ്, നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി സെല്ലിംഗ് പ്രൈസ്. അതായത് സെല്ലിംഗ് പ്രൈസ് ആയി പറയുന്നുണ്ട്, ഇയാൾ ഈ സാധനം വിൽക്കുമ്പോൾ അയാൾക്ക് എന്താണ് 25% അധികം കിട്ടണം, അല്ലെ? പ്രോഫിറ്റ് ഓഫ് 25% കൂടുതലാണ് കിട്ടേണ്ടത്. വിച്ച് മീൻസ് അയാൾ അത് വിൽക്കുമ്പോൾ 25, ദാറ്റ് ഈസ് ഈക്വൽ ടു 125 രൂപ എന്ന് വരും. 25% അധികം വരും. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ 100 എന്ന് എടുത്തു. കോസ്റ്റ് പ്രൈസ് നമുക്കറിയാം, നമ്മുടെ ഈ ഒറിജിനൽ പ്രൈസിൽ നിന്നും 25% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ആ ഡിസ്കൗണ്ടിനെ കുറച്ചതാണ് സി പി. എസ് പി, അയാൾ വിൽക്കുമ്പോൾ എന്താണ്, അയാൾ 25% കൂടുതൽ ലാഭം കിട്ടുന്ന രീതിയിലാണ് വിറ്റത്. വിച്ച് മീൻസ് ഇനിഷ്യലി 100 ആയിരുന്നു എങ്കിൽ, ഒറിജിനൽ പ്രൈസ് 100 ആയിരുന്നെങ്കിൽ പിന്നെ സി പിയിലായിരിക്കില്ല അയാൾ കച്ചവടം ചെയ്യാം, ഒറിജിനൽ പ്രൈസിൽ നിന്നായിരിക്കും കച്ചവടം ചെയ്യാം. ഓക്കെ, അപ്പൊ ഒറിജിനൽ പ്രൈസിൽ നിന്നും 25% കൂടുതൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് 125 എന്ന് എടുക്കാം. 100 + 25 = 125. ഓക്കെ, ഇനി എന്താണ് ഇവിടുത്തെ ചോദ്യം? Okay, at what percentage above the cost price should he sell to make a profit? ലാഭം ഉണ്ടാക്കണമെങ്കിൽ അയാൾ ഇതിൽ നിന്ന് എന്തോരം കുറയ്ക്കണം, മേടിക്കണം എന്നാണ്, അല്ലെ? വിച്ച് മീൻസ് ഇവർ തമ്മിൽ എത്ര പെർസെന്റേജ് ചേഞ്ച് ഉണ്ട് എന്നേ ചോദ്യമുള്ളൂ. സി പിയും എസ് പിയും തമ്മിൽ എന്തോരം പെർസെന്റേജ് ചേഞ്ച് ഉണ്ട് എന്നേ ചോദ്യമുള്ളൂ. അത് കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്മുടെ എസ് പി മൈനസ് സി പി ബൈ 75. എന്തിൽ നിന്നാണ് കമ്പയർ ചെയ്യേണ്ടത്, സി പിയിൽ നിന്നാണ് കമ്പയർ ചെയ്യേണ്ടത്, അല്ലെ? 75 × 100. 125 75 പോയാൽ 5/75. ഓക്കെ, ഇത് 5 കൊണ്ട് വെട്ടിയാല് 15. ഇത് 5 കൊണ്ട് വെട്ടിയാൽ 10. ഇത് 5 കൊണ്ട് വെട്ടിയാൽ 3. ഇത് 5 കൊണ്ട് വെട്ടിയാൽ 2. അതായത് 200/3 എന്ന് വരും. 200/3 ഡിവൈഡ് ചെയ്യുന്നതില്ലേ, 200 ഡിവൈഡ് ബൈ 3, 20-ൽ 3 6 തവണ 18, പിന്നെ 20 6, 66 വരുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഓക്കെ ആണോ? നമുക്ക് ഡിസ്കൗണ്ട് വരുന്ന കേസിൽ എം ബി എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സാധനം വരുന്ന കേസുകളിൽ എപ്പോഴും കച്ചവടക്കാരൻ അയാൾക്ക് വാങ്ങിക്കുന്ന ഒരു കോസ്റ്റ് പ്രൈസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ അയാൾ വിൽക്കുന്ന ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോ കടകളിൽ ചെന്ന് സാധനം വാങ്ങിക്കുമ്പോൾ അതിൽ കാണുന്നത് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. ഓക്കെ, അതായത് അയാൾ വാങ്ങിയ കോസ്റ്റ് പ്രൈസിലല്ല അയാൾ അതിന്റെ സെല് ചെയ്യാം. ഓക്കെ, ഈ മാർക്കറ്റ് പ്രൈസ് ചിലപ്പോൾ എന്തിനായിരിക്കും, നമ്മുടെ സെല്ലിംഗ് പ്രൈസിനായിരിക്കും, ആ വിലയിലേക്ക് വിൽക്കുന്ന പോലെ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് പറഞ്ഞത്. ഒരു ഡിസ്കൗണ്ട് വരുന്ന കേസിൽ എപ്പോഴും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു മാർക്കറ്റ് പ്രൈസ്, അതിൽ നിന്നും ആ ഡിസ്കൗണ്ട് കുറയ്ക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. എനിക്കൊന്ന് ആലോചിച്ചാൽ മതി, നമ്മളൊരു കടയിൽ ഒരു സാധനം, നമ്മൾ ഡിസ്കൗണ്ടിൽ ഒരു സാധനം കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ കടക്കാർക്ക് എന്തുകൊണ്ട് ലാഭം കിട്ടുന്നു? അവർ വാങ്ങിക്കുന്ന വിലയിലല്ല അവർ ഡിസ്കൗണ്ട് തരുന്നത്, അവർ അതിന്മേൽ കുറച്ചുകൂടെ കൂട്ടിയൊരു പ്രൈസ് അങ്ങ് ഇടും, എന്നിട്ട് അതിൽ നിന്നൊരു ഡിസ്കൗണ്ട് ഇട്ടിങ് തരും. ഓക്കെ, അപ്പൊ നമ്മൾ കടയിൽ സാധനം മേടിക്കുമ്പോൾ അവിടെ എന്തുണ്ട്, നമ്മൾ കാണുന്ന സാധനം മാർക്കറ്റ് പ്രൈസ് ആണ്, അല്ലെങ്കിൽ ഒറിജിനൽ പ്രൈസ് എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കും. അതിന് സി പി കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തോരം ഡിസ്കൗണ്ട് ഉണ്ടോ അത് കുറച്ചാൽ നമുക്ക് അതിന് സി പി കിട്ടും. ഓക്കെ, ഓക്കെ, അതെ. ആൻഡ് അതിന്റെ
നോക്കാം. ഉറപ്പ് പറയാൻ പറ്റില്ല. സി അങ്ങനെ വലിയ സീനുള്ള സാധനമല്ല, എങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതെന്താണ് ചോദ്യം? ഡിസെൻഡിങ് ഓർഡറിലാക്കാനാണ് അല്ലെ? ഡിസെൻഡിങ് ഓർഡറിലാക്കാനാണ് ചോദ്യം. പക്ഷെ ചോദ്യം ആവശ്യത്തിനധികം നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, കാരണം സ്റ്റേറ്റ്മെന്റ്സ് ജസ്റ്റ് നോക്കുക. ആദ്യം നമുക്ക് നോക്കാം ചെറുതോ വലുതോ. ഡിസെൻഡിങ് ഓർഡർ എന്ന് നമുക്കറിയാലോ, വലുതിൽ നിന്നും ചെറുതിലേക്കാണ് അല്ലെ? വലുതിൽ നിന്നും ചെറുതിലേക്കാണ്. സോ ആദ്യം ഓപ്ഷൻ നമുക്ക് നോക്കാം. വലുത് കണ്ടുപിടിക്കണോ ചെറുത് കണ്ടുപിടിക്കണോ എന്ന് നോക്കിയാൽ ബെറ്റർ വലുത് കണ്ടുപിടിക്കുന്നതാണ് അല്ലെ? കാരണം ഡിഫറെന്റ് ആണ് ആദ്യത്തെ ഓപ്ഷൻ. സോ നമുക്ക് വലുത് ഏതാണ് ആദ്യം കണ്ടുപിടിക്കാം. പിന്നെ ഒരു പ്രശ്നം, ഓപ്ഷൻ ചെക്ക് ചെയ്യാൻ പറയാം. ചിലതൊക്കെ മില്ലിമീറ്ററിലും ചിലതൊക്കെ സെന്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എല്ലാം അവിടെ സെന്റിമീറ്ററിൽ ഇട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പം. ഓക്കെ, സി നമ്മള് ഒരു മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ 1/10 ചെയ്താൽ മതി. ഓക്കെ, അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി 1/10. ഓക്കെ, ഇൻറ്റു 1/10 ചെയ്താൽ മതി നമുക്ക് മില്ലിമീറ്ററിൽ നിന്നും സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ അങ്ങനെ ചെറിയ ചെറിയ കൺവേർഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. ഇവർ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇവർ അതിനപ്പുറം വേറെ ചോദിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെല്ലാം കൺവേർട്ട് ചെയ്ത് വേണം ചെയ്യേണ്ടി വരിക. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു പരിധി വരെ നമുക്ക് ഇതിനെ കൊണ്ട് നടത്താം. സോ ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നു കർവ്ഡ് സർഫസ് ഏരിയ. ഏരിയ അല്ലെ, ഏരിയ ഓഫ് ദി കർവ്ഡ് സർഫസ് സിലിണ്ടറിക്കൽ വയർ ഓഫ് റേഡിയസ് തന്നിട്ടുണ്ട്, ലെങ്തും തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ അറിയേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ. ഇക്വേഷൻ അറിയണം. ഇതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? 2πr/h. 2πr/h ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കാം. ഇവിടെ ആദ്യം 2 ഇൻറ്റു പൈനെ 3.14 എന്ന് തന്നെ എടുക്കാം. പൈയുടെ വാല്യൂ ഇൻറ്റു ആറ് 1.0 mm ആണ്. നമുക്ക് അതിനെ എന്തിലോട്ടാക്കണം, സെന്റിമീറ്ററിലോട്ടാക്കാം. കാരണം എല്ലാം ഒറ്റ യൂണിറ്റിൽ കമ്പയർ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, 8 യൂണിറ്റ് ആയിരിക്കും എളുപ്പം. സോ ഇതിനെ 1 mm സെന്റിമീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1/10 that is equal to 0.1 സെന്റിമീറ്റർ. അപ്പം ഇത് 0.1 ആയി. ആൻഡ് ലെങ്ത് 3.5 സെന്റിമീറ്റർ ആണ്. എച്ച് എന്ന് പറയുന്നത് 3.5 സെന്റിമീറ്റർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തിനു എഴുതാം, 1 ഇൻറ്റു 35 35 35 ഇൻറ്റു 2 1 ഇൻറ്റു 35 35 35 ഇൻറ്റു 2 35 70. പിന്നെ 1 2 ഡെസിമൽ പോയിന്റ് അല്ലേ, ഇൻറ്റു 3.14. ഫുൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, പകുതി കിട്ടുമോ എന്ന്. ഓക്കെ, ഇതെങ്ങനെ വരും? അപ്പൊ ഇതിനെ നമുക്ക് 0.70 ഇൻറ്റു 3.14 സെന്റിമീറ്റർ സ്ക്വയർ വരും. ഏരിയ വരും സ്ക്വയർ വരും. ഓക്കെ, the surface of a spherical ball. അടുത്തത് സർഫസ് ഏരിയ ഓഫ് എ സ്പെറിക്കൽ ബോൾ. അതിന്റെ ഇക്വേഷൻ എന്താ വരിക? 4πr². ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ മില്ലിമീറ്റർ ആണ്, നമുക്ക് സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. 3.5 mm ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.35 സെന്റിമീറ്റർ. 4 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 എന്ന് എടുക്കാം, ഇൻറ്റു r² അല്ലെ 0.35 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 35 സ്ക്വയർ. സിംപ്ലി 35 സ്ക്വയർ 5 2 15 നിന്നും 17 15 3 6 3 6 9 10 5 12 2 1 12 25 ആണ്. 12 25 12 25 പോയിന്റിന്റെ അരി മറക്കല്ലേ, ഇൻറ്റു
4 0 2 8 into 2 10 അല്ലേ 9 4 ഓക്കെ എന്ത് വരും ഇവിടുത്തെ 4 ഡെസിമൽ വരും അല്ലേ 4 ഡെസിമൽ എന്ന് വരുമ്പോൾ 1 2 3 4 ഇറ്റ് ഈസ് 0.49 ഇൻറ്റു 3.14 ഇതൊക്കെ സ്പീഡിൽ ചെയ്തെടുക്കാം സ്ലോ ആണ് ഓക്കെ ഇറ്റ് വിൽ ബി എന്തായിരിക്കും 0.49 ഇൻറ്റു 3.1 ഓക്കെ ഇവിടെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് വേണം നോക്കാം എയും ബിയും വെച്ച് നോക്കുമ്പോൾ വലുത് ഏത് വരും ബി എ തന്നെ വരും അല്ലേ കാര്യം എന്താ സിംപ്ലി ചെക്ക് ഇതിനെല്ലാം സെയിം ഡെസിമൽ പോയിന്റ്സ് അല്ലേ 70 ഇവിടെ 2 ഡെസിമൽ പോയിന്റ് ഇവിടെ 2 ഡെസിമൽ പോയിന്റ് ഇവിടെ 2 ഡെസിമൽ പോയിന്റ് സോ സെയിം ആയിട്ട് വരുമ്പോൾ നമ്മൾ ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സീനില്ല 70 ഇൻറ്റു 3 എന്നും ഇത് 314 എന്നും 49 ഇൻറ്റു 314 എന്നും ജസ്റ്റ് എടുത്താൽ മതി രണ്ടും വെച്ച് നോക്കുമ്പോൾ എ ആയിരിക്കും അവിടെ വലുതായിട്ട് വരാനുള്ള സാധ്യത അതും ബി ഇപ്പോൾ വലുതാവാനുള്ള സാധ്യതയില്ല ഓക്കെ ലെറ്റ് സി ചെക്ക് സി ചെക്ക് ചെയ്യുമ്പോൾ ഡയഗണൽസ് നമുക്കറിയാം ഏരിയ ഓഫ് റോംബസ് ഇൻ കേസ് ഓഫ് ഡയഗണൽസ് ആ വന്നിരിക്കുന്നെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ d1 ഇൻറ്റു d2 ബൈ 2 ആണ് അല്ലേ ദാറ്റ് ഈസ് 1.5 ഇൻറ്റു 1.8 ബൈ 2 എത്ര വരും 18 ഇൻറ്റു 15 40 9 8 1 0 17 270 2 ഡെസിമൽ പോയിന്റ് that is equal to 2.7 by 2 centimeter square ഇവിടെ എന്താ വരിക ഇത് 2.7 by 2 centimeter square രണ്ടര പകുതിയാക്കണം 2.7 ചെയ്ത 1.3 something, right? 1.3. It's 1.3 centimeter square. അപ്പം സിയും എയും കമ്പയർ ചെയ്താൽ സിയും വരാനുള്ള സാധ്യതയില്ല അല്ലേ സിയും വരാനുള്ള സാധ്യതയില്ല സോ ഒരു ഓപ്ഷൻ കൂടെ കട്ടായി പോകും സിയും വരാനുള്ള സാധ്യതയില്ല ആ ഒരു ഓപ്ഷൻ കൂടെ കട്ടായി കാരണം ഇവിടെ 1.3 ഉള്ളൂ ഇവിടെ ഇത്രയും മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നുണ്ട് സോ നോ ഓപ്ഷൻ അത് വരില്ല ഒന്നില്ലെങ്കിലും 3 ഇൻറ്റു എന്തെങ്കിലും വരില്ലേ പോയിന്റ് മുന്നിൽ 3 എങ്കിലും വരും സോ അത് വരില്ല ദെൻ ഡി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം ഇവിടെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലേ ഡയമീറ്റർ തന്നിരിക്കുന്നെങ്കിൽ നമുക്കറിയാം സർക്കിളിന്റെ ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ് ഡയമീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ആർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആർ ഇസ് ഇക്വൽ ടു ഡി ബൈ 2 അതായത് ഇവിടെ 7 ആണെങ്കിൽ 7/2 ദാറ്റ് ഇസ് ഇക്വൽ ടു 3.5 mm ആണ് അല്ലേ 3.5 mm ആണ് മില്ലിമീറ്റർ ആണ് എഗെയിൻ നമ്മൾ അതിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം സിമ്പിൾ 3.5 ഡിവൈഡഡ് ബൈ ഇവിടെ എം ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി എന്തായി 0.35 ആയി ഓക്കെ 0.35 അപ്പം ഇതെന്ത് വരും 3.14 ഇൻറ്റു 0.35 ദ ഹോൾ സ്ക്വയർ നമ്മൾ മുമ്പേ കിട്ടിയാൽ നമുക്കിത് 3.14 ഇൻറ്റു 1225 പിന്നെ 4 ഡെസിമൽ പോയിന്റ് ആണ് 0.1225 അങ്ങനെ നോക്കിയാലും വലുത് എന്ത് വരാനാണ് സാധ്യത അപ്പോഴും എ തന്നെയാണ് വലുത് വരാൻ സാധ്യത ഡി വലുത് വരില്ല അല്ലേ എ ആയിരിക്കും വലുത് വരിക ആൻസർ എന്താ ബി ആണ് ആൻസർ വരിക ഓക്കെ ജസ്റ്റ് 3.1 എടാ പൈയുടെ വാല്യൂ 3.14 സംതിങ് ആണ് നമ്മൾ കാൽക്കുലേഷൻ 3.14 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമ്മൾ അങ്ങനെ എടുക്കും പല കേസുകളിലും നമ്മൾ 22/7 എടുക്കാറുണ്ട്
അത് ഫ്രാക്ഷൻ ഒക്കെ വരുന്ന കേസിലാണ്. ഇവിടെ നമുക്ക് ഇതിന്റെ ആവശ്യം മതി, കാരണം നമ്മൾ ചുമ്മാ വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. പൈന്റെ വാല്യൂ ആണ് അത്, പൈന്റെ വാല്യൂ ജസ്റ്റ് എങ്ങനെ എഴുതാ. ഇത് ഒരുപാട് സമയം എടുക്കില്ല, നമ്മൾ ചെയ്ത് തരുന്ന സമയം എടുക്കില്ല, ഞാൻ പറഞ്ഞു തരുന്നതിന്റെ സമയമാണ്. ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കിയാണ്. ഓപ്ഷൻ എ പറയാം. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഫുൾ ആൻസർ കണ്ടുപിടിക്കണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാ കൺവേർഷൻ നടത്തിയിട്ട് ഓപ്ഷൻസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ക്രോസ് ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ എ ഇങ്ങനെ വന്നേ, എ എന്താണ്, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2πr(h) ആണ്. 2πr(h). ഇതില് 2 നമുക്കറിയാം, പൈയുടെ വാല്യൂ 3.14 നേടാം. ആറ് റേഡിയസ് 1.0 mm തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിപ്പോ എല്ലാം സെന്റിമീറ്റർ തന്നെയാണ് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് mm ഇട്ടും കാൽക്കുലേറ്റ് ചെയ്യാം, നോ ഇഷ്യൂസ്. ഞാൻ സെന്റിമീറ്റർ ആക്കി mm ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ആ, 1 mm ആണ്, 1 mm ആണ് റേഡിയസ്. ഇവിടെ സെന്റിമീറ്ററിലെ പറഞ്ഞിരിക്കുന്നത്, സോ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇവിടെ എന്ത് ചെയ്ത, സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിന് ഞാൻ എന്ത് ചെയ്തു, 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 1/10. ഓക്കെ, 1/10, അല്ലെങ്കിൽ മില്ലിമീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ വേണ്ടി 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 1 × 1/10 ദറ്റ് ഈസ് ഈക്വൽ ടു 0.1. ഓക്കെ, അത് 0.1 ഇൻറ്റു ഇവിടെ ലെങ്ത്, ദറ്റ് ഈസ് ഇവിടുത്തെ ഹൈറ്റ്, അത് 3.5 സെന്റിമീറ്റർ തന്നെ കിടക്കുന്നുണ്ട്, മാറ്റേണ്ട ആവശ്യമില്ല, സെന്റിമീറ്ററിൽ തന്നെ. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. പൈയുടെ കാര്യം ഇവിടെ കോമൺ ആയിട്ട് തന്നെ ഇട്ടേക്കുക, കാരണം എല്ലാത്തിനകത്തും പൈ കയറി വരുന്നതുകൊണ്ട് പൈനെ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ 1 × 35 ഡെസിമൽസ് പിന്നീട് കൺസിഡർ ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഡെസിമൽ ഇല്ലാതെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 × 35 ആണ്. അത് ഇൻറ്റു 2, 35 × 2 എന്നാണ് 70 ആണ് അല്ലേ, 70. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1, 2 ഡെസിമൽ പോയിന്റ് ഉണ്ട്. സോ 2 ഡെസിമൽ പോയിന്റ് നമ്മുടെ ആൻസറിലും ആ 2 ഡെസിമൽ പോയിന്റ് വരണം. അപ്പോൾ 0.70 ഇൻറ്റു 3.14. നമ്മൾ അതിനെ കാൽക്കുലേഷനിൽ എടുത്തില്ല, പുള്ളിയോടെ കിടന്നോട്ടെ. ഓക്കെ, ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, ഓക്കെ, മേ ബി വൺ ഓഫ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതല്ലേ. ഇതെന്താണ് സംഭവം? ഓക്കെ, നമുക്ക് സ്പീഡിൽ തന്നെ വൈൻഡപ്പ് ചെയ്യാം, നോ ഇഷ്യൂസ്. ചോദ്യം എന്താണ്, ഇൻ ദ സീരീസ് ഗിവൺ ബിലോ, ഒരു സീരീസ് തന്നിട്ടുണ്ട്. ഇഫ് എവരി ഡിജിറ്റ് ഈസ് ചേഞ്ച്ഡ്, എല്ലാ ഡിജിറ്റും, ഇതിൽ എല്ലാ ഡിജിറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നതെന്നും കൂടി അവർ പറയുന്നുണ്ട്. എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നത്, ഈസ് ചേഞ്ച്ഡ് വിത്ത് ദ നെക്സ്റ്റ് നമ്പർ. അതായത് അത് നമ്പർ മാറി അടുത്ത നമ്പറായി മാറുന്നു. അതായത് ഇപ്പൊ ഇതിനകത്ത് 4 ആണെങ്കിൽ 4 എന്തായി 5 ആയി മാറുന്നു, 5 6 ആയി മാറും എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ 4 5 ആവും, 5 6 ആവും, 6 7 ആവും, 8 9 ആവും, അങ്ങനെ മാറുന്നു എന്ന് പറയുന്നു. ആൻഡ് ആസ് പെർ ദി നമ്പർ സീരീസ് ആൻഡ് 9 വിൽ ചേഞ്ച് ടു 0. ഇതിൽ 9 0 ആയി മാറും. ഓക്കെ, 9 0 ആയി മാറും എന്നും പറയുന്നുണ്ട്. ശരി, കുഴപ്പമില്ല. ഇനി ദെൻ ഹൗ മെനി 9 ആർ ദർ ഇൻ ദ ന്യൂ സീരീസ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ സീരീസ്, ഓരോന്നും മാറി മാറി വരുന്നിട്ടുള്ള, ഓരോ നമ്പർ മാറി മാറി വന്നിട്ടുള്ള പുതിയ സീരീസിൽ നമുക്ക് എത്ര 9 ഉണ്ട് എന്നാണ് ചോദ്യം. അങ്ങനെ എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം 4 5 ആകും, 5 6 ആകും, 6 7 ആകും, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ 9 വരണമെങ്കിൽ ഓരോ 8ഉം 9 ആയിട്ടുണ്ടാവും അല്ലേ, ഓരോ 8ഉം ആയിരിക്കും 9 ആയിട്ടുണ്ടാവുക. സോ ഇതിനകത്ത് എത്ര 8 ഉണ്ടെന്ന് തന്നെയാൽ മതി, 1 2 3. സോ ആൻസർ ഡി ആയിരിക്കും. ഓക്കെ, കാരണം എന്താ പറയാ, സീരീസിൽ പറയുന്നുണ്ട് പുതിയ സീരീസ് ഉണ്ടാകുന്ന എങ്ങനെയാ, അതിന്റെ നെക്സ്റ്റ് നമ്പർ ആയിട്ട് അത് മാറും, അങ്ങനെ പുതിയ സീരീസ് ഉണ്ടാകും എന്നാ പറയുന്നത് അല്ലേ. സോ എത്ര 9 ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്താണ്, എത്ര ആ 8കളൊക്കെ 9 ആയിട്ടുണ്ടാവും പുതിയ സീരീസ്. സോ 8ന്റെ എണ്ണം എത്ര ഉണ്ടെന്ന് എനിക്ക്. സോ അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇത് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, ആൻസർ ഫോളോയിങ് ആണ്, സിമ്പിൾ ആയിട്ടുള്ളത് ആദ്യം എടുത്ത് തന്നെ ചെയ്യാം അല്ലേ, നോ ഇഷ്യൂസ്. എന്താ ചെയ്യാൻ പറ്റുക അതിനകത്ത്, ഒന്നേന്ന് ചെയ്തു തരാം, നമുക്ക് ഒന്നേന്ന് ക്രോസ് ചെക്ക് ചെയ്ത് തരാം.
ഓക്കെ, ഫസ്റ്റ് എ എന്ന ഓപ്ഷൻ നോക്കാം. എ ഓപ്ഷൻ എന്താണ്? ഡ്യൂറേഷൻ ഓഫ് 1 minute and 12 seconds. 1 മണിക്കൂറും 1 മിനിറ്റും 12 സെക്കൻഡും ഈസ് വാട്ട് പെർസെന്റ് ഓഫ് ഹാഫ് അവർ. അരമണിക്കൂറിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് അല്ലെ നമുക്ക് ചെയ്യാൻ അറിയാവുന്ന കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യണം? ഇനി അത് മിനിറ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, അവർ ഉണ്ട്. ചെയ്യാൻ എളുപ്പം നമുക്ക് സെക്കൻഡിലോട്ട് ആക്കുന്നതായിരിക്കും. കാരണം ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലിക്കേഷന്റെ ആവശ്യം വരുന്നത്. അവരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഡിവിഷൻ ഒക്കെ കയറി വരും. സോ എളുപ്പം സെക്കൻഡിലേക്ക് മാറ്റുന്നതാണ്, ചെറിയ യൂണിറ്റിലേക്ക് മാറ്റുന്നതായിരിക്കും എനിക്ക് എളുപ്പം. സോ നമുക്ക് നോക്കാം. എന്താ ആദ്യം 1 minute 12 സെക്കൻഡിനെ മൊത്തത്തിൽ സെക്കൻഡിലേക്ക് ആക്കി എത്ര വരും? 1 മിനിറ്റിൽ 60 സെക്കൻഡ് അല്ലേ? പിന്നെ ഒരു 12 സെക്കൻഡും കൂടെ, അങ്ങനെ വരുമ്പോൾ 72 സെക്കൻഡ്. അത് 72 സെക്കൻഡ് ഉണ്ട്. അരമണിക്കൂർ, അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് ആണ് അല്ലേ? അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് വരും അതില്? 1 മിനിറ്റിൽ 60 സെക്കൻഡ് ആണെങ്കിൽ 30 മിനിറ്റിൽ 30 × 60 1800 സെക്കൻഡ് അല്ലേ? 1 മിനിറ്റിൽ 60 സെക്കൻഡ് ആണെങ്കിൽ 30 മിനിറ്റിൽ 60 × 30 ആയിരിക്കും. ദാറ്റ് ഈസ് ഇക്വൽ ടു 1800. ഓക്കെ, അപ്പം 1800 സെക്കൻഡ് ആയിരിക്കും. ഇനി എന്താ മതി? 1800 സെക്കൻഡും 72 സെക്കൻഡും. ഇത് എന്തിന്റെ പെർസെന്റേജ് ആണ് നോക്കാൻ മതി. അപ്പം ഡിനോമിനേറ്ററിൽ ആര് വരും എന്നുള്ളതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ഹാഫ് അവർ. അതായത് ഹാഫ് അവറിന്റെ എത്ര ശതമാനമാണ്? എന്തിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന പുള്ളി താഴെ വരണം. ഓക്കെ, അപ്പം 1800 താഴെ വരും, ഡിവൈഡഡ് ബൈ 72. പെർസെന്റേജിലേക്ക് ആക്കാൻ ഇൻറ്റു 100. ഓക്കെ, ഇത് 0, ഈ 0. ഇത് നോക്കാം. 18ന്റെ കൂടെ എന്തോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 72 കിട്ടുക അല്ലേ? 8ന്റെ കൂടെ ലാസ്റ്റ് യൂണിറ്റ് 2 വരണമെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി അത് 4 ആയിരിക്കും ഇത്ര വരേണ്ടത്. ഓക്കെ, 18 ഗുണം 4 ആയിരിക്കും 72. സോ എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് നൽകാം? 2a ആയിരിക്കും. 2a ആയിരിക്കും. 2 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. സോ ഇത് രണ്ടും ക്യാൻസൽ ആയി. അപ്പൊ ബി എന്തായാലും 3 ആണ്. ബി എന്തായാലും 3 ആണ്. ആൻഡ് ഇനി സിയും ഡിയോ ഏതെങ്കിലും ഒന്നും കൂടെ ചെക്ക് ചെയ്താൽ നമുക്ക് ഒന്നും ഉത്തരം കിട്ടും. ഓക്കെ, ഏതാ ചെക്ക് ചെയ്യാൻ എളുപ്പം? സി ചെക്ക് ചെയ്യാം, ഇത് എളുപ്പം. പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഇൻക്രീസസ് ഫ്രം 25 മില്യൺ ടു 30 മില്യൺ. അങ്ങനെയെങ്കിൽ പെർസെന്റേജ് ഇൻക്രീസ് നമുക്കറിയാം അല്ലേ? ഇതല്ലേ, നമുക്ക് നോക്കാം. അപ്പം 25 മില്യൺ എന്നുള്ളത് 30 മില്യൺ ആയി. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടായ പെർസെന്റേജ് ചേഞ്ച് അത് കാണാൻ വേണ്ടി 30 - 25 എന്തിൽ നിന്നാ ചേഞ്ച് ആയത്? 25ൽ നിന്ന്. പെർസെന്റേജിലാക്കാൻ × 100. അതായത് 5/25 ഗുണം 100. 25 100 4 തവണ കിട്ടിപ്പോ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 20. സി 4 ആണെന്ന് വരും. സി 4 ആണെന്ന് വരുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ആൻസർ ബി ആണ്. ആൻസർ ബി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരാളെയും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഡിയും കൂടെ മാത്രം ഒന്ന് ചെക്ക് ചെയ്യാം. ഡിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡി എന്താ പറയുന്നത്? 1.14 എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റേജ് ഓഫ് 6. അതായത് 6ന്റെ എത്രയോ ശതമാനമാണ് 1.14 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 6ന്റെ എത്ര ശതമാനമാണ് ഈ 1.14 എന്ന് പറയുന്നത്? അതായത് 6ന്റെ എത്രയോ ശതമാനമാണ് ഈ 1.14. അത് നമുക്ക് എങ്ങനെയാണ്? 1.14 × 100/6, അതായത് 114/6. 114 ഡിവൈഡഡ് ബൈ 6. ഇങ്ങനെ ഡിജിറ്റ് വെച്ച് പിടിക്കാമല്ലോ. 6 4 ആകണമെങ്കിൽ 6ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കാര്യമില്ല. 4 ഓൾറെഡി 4 എടുത്തു പോയി. പിന്നെ വരാനുള്ളത് 9 ആണ് അല്ലേ? കാരണം 54 4 അല്ലേ വരിക? മീബി ഇതായിരിക്കും 1654. അപ്പം ഇതായിരിക്കും ഡി വരിക. 1D ആൻസർ വരിക ബി ആണ്. ഓക്കെ, ഈ 6ന്റെ എത്രയോ ശതമാനമാണ് 1.14? ഇത് എത്ര ശതമാനമാണ്? 19%. ഓക്കെ അല്ലേ? ഓക്കെ, സോ ക്വസ്റ്റ്യൻ 4 ഉം 5 അല്ലേ? ദിസ് ഇസ് ഫോർ ഓപ്ഷൻ സി. ഇപ്പൊ പറഞ്ഞോ? നമ്മൾ പറഞ്ഞില്ലേ ഓപ്ഷൻ സി?
പറയുന്നത്. ഓപ്ഷൻ സി അല്ലടെ ബി ആ പറയാൻ ഐ തിങ്ക് സി പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? പോപ്പുലേഷൻ ഇൻക്രീസിന്റെ കാര്യം പറഞ്ഞു, ബി പറഞ്ഞില്ല നമ്മൾ. ബിയും കൂടെ പറയാം. സി ബിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 30% ഓഫ് ആപ്പിൾസ് ഔട്ട് ഓഫ് 30 ആർ ബാഡ്. അതായത് 30 ആപ്പിൾസ് ഉണ്ട്, 30 ആപ്പിൾ ഉണ്ട്, അതില് അതിന്റെ 30% എന്താണ്? ബാഡ് ആണ്. അങ്ങനെയെങ്കിൽ ദ നമ്പർ ഓഫ് ഗുഡ് ആപ്പിൾസ്, ഗുഡ് ആയിട്ടുള്ള ആപ്പിളുകളുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. സോ ബാഡ് ആയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതായത് മൊത്തത്തിൽ 30 ഉണ്ട്, അതിന്റെ 30% ബാഡ് ആണെന്ന് പറയുമ്പോ എത്ര എണ്ണം ബാഡാ? 9 എണ്ണം ബാഡാണ്. 9 എണ്ണം ബാഡാണ്. കാണിക്കണം റൂമിന്റെ 9 എണ്ണം ബാഡാണ്. അപ്പൊ ബാക്കി മൊത്തത്തിൽ 30 അതിൽ 9 ബാഡാണ്. ബാക്കി നല്ല എത്ര ഉണ്ടാവും? 21 ഉണ്ടാവും. 30 ഉണ്ട്, അതിൽ 9 ബാഡാണ്, ബാക്കി 21 ഉണ്ടാവും. ഓക്കെ, ഇതാണ് 5th ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സി ഒന്നുകൂടെ പറയണം. പറയാൻ പറയുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പോകുന്ന വഴിക്ക് ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് എഴുതിയില്ലേ? തേർഡ് ക്വസ്റ്റ്യൻ. ദെൻ ഇതാണ് 7th ക്വസ്റ്റ്യൻ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലെ സി എന്ന ഓപ്ഷൻ. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ടോ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഡിസ്കഷൻ കഴിഞ്ഞ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നിന്നാൽ മതി. ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യും. സി, എടാ സി എന്നുള്ള ഓപ്ഷൻ ഇതേ ഉള്ളൂ. അതായത് ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഇൻക്രീസസ് ഫ്രം 25 മില്യൺ ടു 30 മില്യൺ. അതായത് ഒരു രാജ്യത്തെ പോപ്പുലേഷൻ 25 മില്യൺ ആയിരുന്നു, അതെന്തായി? 35 മില്യൺ ആയിട്ട് കൂടി. ഓക്കെ, മില്യൺ ആയിട്ട് കൂടി. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടായ ആ ഇൻക്രീസ് ഉണ്ടല്ലോ, അതിനെ പെർസെൻറ്റേജിൽ കാണിക്കണം. അതായത് ഇവിടെ എത്ര മില്യൺ പോപ്പുലേഷൻ ഇൻക്രീസ് ഉണ്ടായത്? 25-ൽ 30-ലേക്ക് പോകുമ്പോൾ 30 മൈനസ് 25, 5 മില്യൺ പോപ്പുലേഷൻ ആണ് ഇൻക്രീസ് ഉണ്ടായത് അല്ലേ? 5 മില്യൺ പോപ്പുലേഷൻ ആണ് അവിടെ ഇൻക്രീസ് ഉണ്ടായത്. ആ ഇൻക്രീസിന് നമ്മൾ പെർസെൻറ്റേജിൽ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് പെർസെൻറ്റേജിൽ കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ഡിഫറൻസ് ഉണ്ടായ 5, ആ ഇൻക്രീസ് ഉണ്ടാക്കിയ 5 ഡിവൈഡഡ് ബൈ എന്തിൽ നിന്നാണ് ചേഞ്ച് ഉണ്ടായത്? 25-ൽ നിന്നുള്ളതാണ് 30 ആയത്. സോ 25-ൽ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. എന്തിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? അത് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതും. അപ്പൊ 25-ൽ നിന്നാണ് നമ്മൾ കൂടിയത്. സോ ഡിനോമിനേറ്ററിൽ 25 എഴുതണം. പെർസെൻറ്റേജ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, 5 ഇൻറ്റു 4 100. സോ അത് വിട്ടിപ്പോ 5 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 എന്ന് വരും. ഓക്കെ, ഓക്കേടാ, താങ്ക് യു. 9th ക്വസ്റ്റ്യൻ ഡി പറയണം. ഡി എന്നുള്ള ഓപ്ഷൻ ഇതാ പറയുന്നത്. 1.14 ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് 6. അതായത് 1.14 എന്ന് പറയുന്നത് 6-ന്റെ ഒരു ശതമാനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് 6-ന്റെ എത്ര ശതമാനമാണ് 1.14? ഓക്കെ, 6-ന്റെ എത്രയോ ശതമാനമാണ് ഈ പറയുന്ന 1.14. ഓക്കെ, 1.14 എന്ന് പറയുന്നത്. അപ്പം ആ എത്ര ശതമാനത്തിന് നമ്മൾ എക്സ് എന്ന് എടുത്തു. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് 1.14 ഇൻറ്റു 100/6 ചെയ്യാം. 1.14 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ തന്നെ 114/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 19. ഓക്കെ, 6-ന്റെ എത്രയോ ശതമാനമാണ് 1.14 എന്ന
സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ ആറിന്റെ എത്ര ശതമാനമാണ് ഈ 1.14 എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നയൻത് ക്വസ്റ്റ്യനില് ഇവിടെ പറയുന്നത്, ഇവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട് അല്ലെ. ഇവര് പറയുന്നു ഒരു പുതിയ സീരീസ് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇൻ ദ ന്യൂസ് ഗിവൺ വിത്ത് എവറി ഡിജിറ്റ് ഈസ് ചേഞ്ച്ഡ്. എല്ലാ ഡിജിറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? വിത്ത് ദ നെക്സ്റ്റ് നമ്പർ ആസ് പെർ ദ നമ്പർ സീരീസ് ആൻഡ് 9 വിൽ ചേഞ്ച് ടു 0. അങ്ങനെയെങ്കിൽ എത്ര 9 ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. താങ്ക് യുടാ. ഓക്കെ, താങ്ക് യു. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? പുതിയ സീരീസ് എങ്ങനെ വരും? അതായത് ഇതിപ്പോ 4, 5, 6, 8 ഇങ്ങനെയല്ല സീരീസ്. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് അടുത്ത നമ്പറായി മാറും. അതായത് 4 എന്നുള്ളത് 5 ആകും, 5 എന്നുള്ളത് 6 ആകും, 6 എന്നുള്ളത് 7 ആകും, ഈ 8 9 ആകും, ഈ 7 8 ആകും, ഈ 9 0 ആകും എന്ന് പറയുന്നുണ്ട് അല്ലേ. 0 ആകും, 3 2 ആകും, 0 1 ആകും, 2 3 ആകും, ഈ 0 0 0 എന്താകും? 1 1 1 ആകും, 1 2 ആകും, 0 0 1 1 ആകും, then ഈ 1 2 ആകും, ഈ 3 എന്താകും? 4 ആകും. എനിക്കിങ്ങാണ്ട് ഒരു 4 വന്നില്ലേ? 1 2 3 4 5 6 7 1 2 3 4 5 6 7 2 അല്ല, ഇത് 4. ഓക്കെ, 3 4 ആയി, 4 5 ആയി, then ഈ 7 8 ആയി, 8 9 ആയി, 4 5 ആയി, ഇനി 9 0, അടുത്ത 9 0, 8 9. ഓക്കെ, അങ്ങനെ ഒരു പുതിയ സീരീസ് ഉണ്ടായി. അതിനകത്ത് അങ്ങനെ ഉണ്ടാക്കിയ പുതിയ സീരീസിൽ എത്ര 9 ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അങ്ങനെ നമ്മൾ സീരീസ് എഴുതുകയാണെങ്കിൽ എത്ര 9 ഉണ്ട്? 1 2 3. ഒന്നെങ്കിൽ സീരീസ് എഴുതി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ നമ്പർ മാറല്ലേ, ഓരോ നമ്പർ മാറാം. അപ്പൊ എല്ലാ 8 ആയിരിക്കും 9 ആയി മാറുക. സോ നമ്മുടെ പഴയ സീരീസിനകത്ത് എത്ര 8 ഉണ്ടെന്ന് എണ്ണിയാ പോരെ? 1 2 3. ഓക്കെ, എങ്ങനെ വേണേലും നമുക്കപ്പം എന്ത് തോന്നുന്നു അതുപോലെ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കേടാ. നെക്സ്റ്റ് നമ്പർ ആസ് പെർ ദ സീരീസ് എൻഡ് പറയുമ്പോൾ അടുത്തുള്ളത് എന്നല്ലേ. ഇത് സീരീസ് ഗിവൺ വിത്ത് എവറി ഡിജിറ്റ് ഈസ് ചേഞ്ച്. എല്ലാ ഡിജിറ്റും ചേഞ്ച് ചെയ്യപ്പെടുന്നു. എങ്ങനെ? വിത്ത് ദ നെക്സ്റ്റ് നമ്പർ ആസ് പെർ ദ നമ്പർ സീരീസ്. ഈ നമ്പർ സീരീസ് പ്രകാരം നെക്സ്റ്റ് നമ്പറായി ചേഞ്ച് ചെയ്യുന്നു. 4 5 6. ഉദ്ദേശിച്ചത് 4 5 ആകും, 5 6 ആകും, 6 8 ആകും, അങ്ങനെയാണോ? ആൻഡ് 9 വിൽ ചേഞ്ച് ടു 0. അത് പറയുമ്പോഴേ നമുക്ക് ഇത് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇത് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. 9 അടുത്ത എന്തായാലും 10 വരിക, അപ്പൊ 10 എഴുതാൻ പറ്റില്ല. സോ അവർ പറയുന്നുണ്ട് അതിനെ 0 ആയിട്ട് എടുത്താൽ മതി. സോ അടുത്ത നമ്പറായി മാറുന്നേ പറ്റും. ഓക്കെ, 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 ദാറ്റ്സ് ഇറ്റ്. So shall we wind up? Thank you, Tom.